ഭഗവാന്റെ ഭരണകാലത്ത് ഭഗവാൻ സുഖായിരുന്നല്ലേ? ഭഗവാൻ മാത്രമല്ല, അങ്ങനെയല്ല, കൂടെയുള്ളവർക്കൊക്കെ അങ്ങനെ ഇല്ലേ? അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ആളാ, ഇരിപ്പ് ഉണ്ടോ? ഞെളിഞ്ഞിട്ടാ, ഒരാക്ഷേപമില്ല അല്ലേ? എൻ്റെ മുഖത്തേക്കല്ല, അങ്ങോട്ട് നോക്കാം, ആ ഇരിപ്പ് കണ്ടു, എൻ്റെ ആളാ. നിന്റെ പോലെ കുന്തവും പിടിച്ചിങ്ങനെ ഇരിക്കുകയല്ല, ആ ഇരുമ്പോ അല്ലേ? അങ്ങനെയല്ലേ? അല്ല, ബലരാമേട്ടന് തന്നെയായിരുന്നില്ല, പിന്നെയോ ലോകത്തുള്ള സകല ആളുകൾക്കും അല്ലേ? സന്തോഷമല്ലേ അല്ലേ? എന്തെങ്കിലും ആക്ഷേപം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ നേരേക്ക് തരാം. അതിന് വേണ്ട ആളുകളൊക്കെ ഞാൻ നിയമിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സകല ആളുകൾക്കും സുഖമായിരുന്നു എന്ന് തന്നെയല്ല, ആ ദ്വാരക എങ്ങനെ കണ്ടാൽ ദ്യാമേവ പ്രതിബിംബിതാം ജലനിധൗ, സ്വർഗം ഇങ്ങനെ പ്രതിബിംബിക്കുകയാണോ തോന്നും. ബിംബത്തിൻ്റെ അതേ രൂപമാണല്ലോ പ്രതിബിംബം അല്ലേ? കണ്ണാടിയിലൊക്കെ നോക്കാറുണ്ടോ അങ്ങനെയാ? ആ, സുന്ദരിമാരായോ നോക്കേ അല്ലേ? ഞാൻ നോക്കാറുണ്ട് ദിവസവും. എന്താ കാരണം? ആ ഭംഗി എങ്ങനെ കണ്ട് അല്ലേ? നീ നോക്കാറുണ്ടോ? നോക്കണ്ട കേട്ടോ, പേടിച്ചു. എൻ്റെ മുഖം തന്നെയാ അല്ലേ? നീ സുന്ദരനാട്ടോ, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ബിംബം പോലെയാണ് പ്രതിബിംബം ഉണ്ടാവുക. ഞാൻ കണ്ണാടിയിൽ അങ്ങനെ അധികം നോക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അത്ര ഭംഗി പോരാ. എൻ്റെ കുഴപ്പമല്ല, ആ കണ്ണാടി കുറച്ച് മോശമുള്ള കണ്ണാടിയാണ്. അതുകൊണ്ട് എന്താ വെച്ചാൽ അത്ര ഇങ്ങോട്ട് പോരാൻ തോന്നാറുണ്ട് എനിക്ക്. അതുപോലെ സ്വർഗം ഈ വെള്ളത്തിൽ നോക്കിയപ്പോൾ, സമുദ്രത്തിൽ നോക്കിയപ്പോൾ അതുപോലെയല്ല. യാ ആശങ്കേ ജനങ്ങൾക്ക് സംശയം ഉണ്ടായി, സ്വർഗം തന്നെയാണോ? അതുപോലെ ആവില്ല. അല്ല, സ്വർഗത്തേക്കാൾ ക്ഷേമമായിരുന്നു ദ്വാരക. സ്വർഗത്തിൽ എന്തൊക്കെയുള്ള അപ്സരസ്സുകൾ അല്ലേ? കണ്ടില്ലേ ഓരോന്നിന്? എടാ കിണ്ടിമുക്ക, എൻ്റെ മുഖത്തേക്കല്ല, അങ്ങോട്ട് നോക്കാം, സുന്ദരിമാരുടെ മുഖത്തേക്ക് നോക്കാം. ഇതൊരു അവസരമാണ്, വേണമെങ്കിൽ നോക്കിക്കോ. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് നോക്കണതാണെന്ന് വിചാരിക്കുകയും ചെയ്യും, നിനക്ക് വേണ്ട വിധത്തിൽ നോക്കുകയും ചെയ്യാം. നോക്കിക്കോളൂ. ആ എടാ ഇപ്പോഴൊക്കെ പറ്റുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അതൊന്നും പറ്റില്ല അല്ലേ? അപ്പോൾ അപ്സരസുകളെന്ന് പറഞ്ഞാൽ ഉർവശിക്കൊന്നും പഴയ ഭംഗിയൊന്നുമില്ല. വേണ്ടാത്തരം പറയാമെന്നല്ലാണ്ട് വേറെ ഗുണമൊന്നുമില്ല. മേനക വലിയ കുഴപ്പമില്ല. രംഭ സംശയമൊന്നുമില്ലേ? അങ്ങനെ ഇവിടെ അങ്ങനെയല്ല, ദ്വാരകയിലുള്ള ഒരു മുഴുവൻ അപ്സരസുകളേക്കാൾ സുന്ദരിമാരായിരുന്നു. നോക്കൂ, എത്ര സുന്ദരിമാരാ അവിടെ വന്നിരിക്കണേ. മുഖത്തേക്ക് നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. അങ്ങനെ ഞാൻ പറഞ്ഞു, രണ്ട് സുന്ദരിമാരെ ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരാൻ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ വന്നോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരൂ, ഇങ്ങോട്ട് വരൂ. എന്താ അത്ര പതുക്കെ നടക്കണേ? കാലും അവല്ല അമ്മയും കെട്ടി തൂക്കിണ്ടോ? ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കണ്ടോ, വേണമെങ്കിൽ കണ്ടോളൂ, രണ്ട് സുന്ദരിമാർ. ഇങ്ങോട്ട് കാണട്ടെ, ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് വന്നോളൂ. ഇങ്ങോട്ട് വരൂ, കണ്ടോ, രണ്ട് സുന്ദരിമാരാ, ദ്വാരകയിലുള്ളതാ അല്ലേ? എന്ത് അത് കണ്ടപ്പോൾ ഒരു സുന്ദരൻ പുറകെ കൂടിയ സുന്ദരി എന്നാണ് കേട്ടാ, അപ്പം അങ്ങോട്ട് ചാടി പോകും. എവിടെ സുന്ദരി? പൊക്കോളൂ കേട്ടോ, ഇങ്ങോട്ട് നോക്കേ. പറഞ്ഞാൽ കേൾക്കണ വകയാ. ഈ നാട്ടുകാരെല്ലാം തോന്നുന്നുണ്ടല്ലോ, പറഞ്ഞാൽ കേൾക്കണ്ടല്ലോ. പൊക്കോളൂ. ദ്വാരകയിൽ അനവധി ഉണ്ട് സുന്ദരിമാരായിട്ടുള്ള. എന്നല്ല, ദ്വാരകയിലുള്ളവരൊക്കെ സുന്ദരിമാരായിരുന്നു. ആ തലമുടിയൊക്കെ കഴിച്ചിട്ട് എന്തൊരു ഭംഗിയാ. അതൊക്കെ മുമ്പിലേക്ക് എടുത്തിട്ടോ അല്ലേ? അത് കേട്ട് ഇനി അഴിക്കാനും നിൽക്കണ്ട കേട്ടോ. എന്നാ ഞാനും സുന്ദരിയേക്കാം. അതങ്ങനെയല്ല, ഇതൊരു ഭംഗിയാണ്, ഒന്നുമില്ല. ദ്വാരക മാത്രല്ല, പിന്നെ എന്താ സ്വർഗത്തിലുള്ളത്? സ്വർഗത്തിൽ ഐരാവതം, ഒരു ആനയുണ്ട്, വെളുത്ത നിറത്തിലുള്ളതാ. ഇതാ വരണം, കണ്ടോ, ആ പോണതാണ് ഐരാവതം. അങ്ങനെ ഇപ്പോഴും നല്ല ഭംഗിയുണ്ടല്ലേ, ആ തൂണിൻ്റെ ചുട്ടിലാണ് കെട്ടിയേക്കണത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അനവധി ഉണ്ടെന്നാ ദ്വാരകയിൽ, ഒരെണ്ണമൊന്നുമല്ല. പിന്നെ വേറൊരു വിശേഷമുണ്ട് സ്വർഗത്തിൽ കൽപ്പകവൃക്ഷം എന്നൊരു പേരുള്ള വൃക്ഷമുണ്ട്. അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ ചോട്ടിൽ പോയി നിന്ന് എന്ത് വിചാരിച്ചോ അതപ്പം സാധിക്കും.
എന്തെങ്കിലും മോഹമുണ്ടോ അങ്ങക്ക്? ഇല്ല, ഒക്കെ കഴിഞ്ഞു അല്ലേ? കണ്ടപ്പോൾ തോന്നിയത്. ഇനി മോഹമൊന്നുമില്ലല്ലോ, ഒക്കെ അവസാനിച്ചില്ലേ? എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, നേരേക്ക് തരാം. എന്ത് പറയണോ? വിചാരിച്ച അപ്പോൾ നടക്ക്. അങ്ങക്ക് വല്ല മോഹമുണ്ടോ? തൊഴുവൊന്നും വേണ്ട, അതൊക്കെ അഭിനയാന്ന് എനിക്കറിയാം. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മോഹമുണ്ട്. അല്ലേ? എന്താ മോഹമായിട്ടുള്ളത്? എനിക്ക് സുഖമായിട്ട് പഴപ്രഥമൻ കഴിച്ചാൽ അത്രയല്ലോ. കൽപ്പവൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്കൊന്നും പോകണ്ട, ഞാൻ ഉണ്ടാക്കി തരാം. പോരാ? എനിക്കറിയാം, ഒരു വിധമൊക്കെ ഞാൻ വശാക്കിയിട്ടുണ്ട്. അങ്ങനെ പഴപ്രഥമൻ കഴിക്കണം എന്നല്ല എൻ്റെ മോഹം. പിന്നെയോ പഴപ്രഥമൻ കൊണ്ടൊരു കുളം ഉണ്ടാക്കണം എന്നാ. അത് പറ്റുമോ? പഴപ്രഥമൻ ഉണ്ടാക്കിയാൽ അത് കുളമാവും അല്ലേ? അനുഭവം അങ്ങനെയല്ലേ? പഴപ്രഥമൻ ഉണ്ടാക്കിയാൽ അത് കുളമാവും. അല്ലാണ്ട് പഴപ്രഥമൻ കൊണ്ടൊരു കുളം, അത് പറ്റുമോ? എൻ്റെ മോഹം അതാ. എന്നിട്ട് വെളുപ്പാങ്കാലമായി ഞാൻ തോർത്തുമുണ്ടൊക്കെ എടുത്ത് തോളത്തിട്ട് കുളിക്കാൻ അങ്ങോട്ട് പോകും. എവിടെ? പഴപ്രഥമൻ്റെ കുളത്തിലേക്ക്. ആൾക്കാരെ വിളിക്കുകയും ചെയ്യും. എണീറ്റ് നിൽക്കോ, ഒന്ന് എണീക്കോ. അങ്ങോട്ട് നോക്കണ്ട, ഞാനാ പറഞ്ഞ എണീക്കാൻ. എണീക്ക്, അങ്ങല്ല, അങ്ങ് യോഗ്യൻ. ഇവിടെയാ പറഞ്ഞത്, ഒന്ന് എണീക്കോ. നിന്നോട് എടി കിണ്ടിമുക്കി നിന്നോടാ പറഞ്ഞ എണീക്കാൻ. ഇരുന്നോ. കിണ്ടിമുക്കി എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി എന്നെ തന്നെയാണ് പറഞ്ഞത്, വേറൊരാളോട് ഇല്ലല്ലോ. നീ എവിടേക്കെങ്കിലും പോകണ്ട, കുളിക്കാൻ പോവാ, എന്നാ എൻ്റെ കൂടെ പോവാ. അങ്ങനെ എവിടേക്കാ? ഞാൻ പഞ്ചാര പായസത്തിൻ്റെ കുളത്തിലേക്കാ, അങ്ങ് പൊക്കോളൂ. ഇങ്ങനെ പഴപ്രഥമൻ്റെ കുളത്തിൽ അങ്ങോട്ട് ചെന്നിരുന്നാൽ അവസാനത്തെ കൽപ്പടയമേ കളിക്കാം. അവിടെ ഇങ്ങനെ ഇരുന്നാൽ ഇങ്ങനെ ആവി വറക്കുണ്ടാവും, ഒരു കുട്ടി. അവിടെ ഇങ്ങനെ ഇരുന്നാൽ ശബ്ദം കൊണ്ടു. അവിടെ ഇങ്ങനെ ചെന്നിരുന്നാൽ കുറേശ്ശെ ആവി ഇങ്ങനെ പറക്കുണ്ടാവും പഴപ്രഥമൻ്റെ കുളത്തിൽ. അതൊക്കെ കഴിയുന്നു. നിൻ്റെ ഇലയിൽ വിളമ്പി കഴിക്കാൻ എൻ്റെ വായിൽ നോക്കിക്കൊണ്ടിരിക്കണ്ട. ചെറുത്തായി. അപ്പോൾ ഒരു സംശയം, കൈ കഴുകണ്ടേന്നല്ലേ ഞാൻ വിചാരിച്ചില്ലേ? ഇപ്പോൾ ചിരിക്കണമൊക്കെ കണ്ടാൽ ഈ നാട്ടുകാരൊക്കെ കൈ കഴുകിയിട്ടേ പതിവുള്ളൂ തോന്നും. കൂട്ടുപരലിക്കാണ്ട് ചിലപ്പോൾ കാണാം തെക്ക് ഊണ് കഴിഞ്ഞാൽ തന്നെ കഴുകുമോ സംശയ. കൈ കഴുകിയിട്ട് മാത്രമേ കഴിക്കാറുള്ളൂ. അല്ലാന്ന് ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ തെളിയിച്ചു തരാം. വേണോ? ഇപ്പോൾ പറഞ്ഞു തരാം. ഈ സദ്യക്കൊക്കെ പോകുമ്പോഴേ ഊണ് കഴിയാറാവുമ്പോൾ ചിലർ പറയണ കേട്ടുണ്ടോ, എവിടെ വെള്ളം വെച്ചേക്കണേവോ? എന്താ അതിൻ്റെ അർത്ഥം? കൈ കഴുകി ഊണ് കഴിച്ചാൽ അറിഞ്ഞുകൂടെ എവിടെയാണ് വെള്ളം ഇരിക്കണേന്ന് ചോദിക്കാറില്ല ഇവിടെ. അപ്പോൾ അവൻ കൈ കഴുകാണ്ടേ ഉണ്ടത് അല്ലേ? ഇവിടെ ഞാൻ കൈ കഴുകാനൊന്നും പുറപ്പെടില്ല. ആ പഴപ്രഥമൻ എടുക്കുക, അത് ഞാൻ ഇടത്തെ കൈ കൊണ്ട്, ഈ ഇടത്തെ കൈ കൊണ്ട് കഴിക്കാൻ പാടുമോ? കഴിക്കണേൻ്റെ കാര്യം ആലോചിച്ചാൽ ഇടതിൻ്റെ അത്രയും ലോകത്തൊന്നുമില്ല. എത്രയാ കണക്കില്ലാണ്ട് കഴിച്ചു കൂട്ടിയേക്കണത്. എന്നിട്ട് ഇപ്പോഴും കിട്ടണില്ല, മോളിൽ നിന്ന് കിട്ടണില്ല. കിട്ടിയതൊക്കെ തോന്നിയാസം കാട്ടിയേക്കുക അപ്പോൾ അല്ലേ? കാണാൻ വലിയ താമസമില്ല അല്ലേ? ഞാൻ വലത് ഇടത് വലത് ഇടത് അങ്ങനെയാണല്ലോ, മാറി മാറിയാണ്. വലതും ഇടതും അല്ലാണ്ടൊരു പരീക്ഷണം ഉണ്ടായിട്ടില്ല. ഉണ്ടായതിപ്പോൾ അപകടമെന്ന് പറയുന്നുണ്ട്. നേരാവണ്ണം അല്ലാതെ അങ്ങനെയാവാൻ വഴിയില്ല അല്ലേ? അപ്പോൾ ഞാൻ ഇടതും വലതും മാറി 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 ഉണ്ടിട്ട് ആ പഴപ്രഥമൻ്റെ കുളത്തിലേക്ക് ഒരൊറ്റ ചാടണ വഴി മുങ്ങിയോണ്ട് പോവും. എന്നിട്ട് മുങ്ങാങ്കുളിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഓണ വഴി പഴപ്രഥമൻ ഇങ്ങനെ കൊണ്ടോണ്ടാ പോവുക. എവിടെയെങ്കിലും ചെന്ന് പോകും. പൊങ്ങിയാൽ പിന്നെ കൈ കൊണ്ടെടുത്ത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് മലന്ന് നീന്തും. ഇപ്പോൾ വായലിങ്ങനെ കുറച്ച് പഴപ്രഥമൻ എടുത്തിട്ടാ അക്കരയ്ക്ക് ഇക്കരയ്ക്ക് ഇക്കരയ്ക്ക് അക്കരയ്ക്ക്. ചിലപ്പോൾ ഇങ്ങോട്ട് നീന്തുമ്പോൾ ഞാൻ മുങ്ങിപ്പോയിന്ന് വരാം. ഇത്രയൊക്കെ പഴപ്രഥമൻ കഴിഞ്ഞിട്ടല്ലേ നീന്തണേ. അങ്ങനെ സിദ്ധി കൂടിയാൽ ചിലപ്പോഴേ പോയിന്ന് വരാമെന്ന് സന്തോഷമായി അവന്. ചിലർ ചിരിക്കണില്ല എന്നേ ഉള്ളൂ, സന്തോഷം ചെയ്യില്ല. ഞാൻ ചാവും. അങ്ങനെ തന്നെയാണ് വേണ്ടേ? അതെ, മരിച്ചു വെച്ചപ്പോൾ എന്താ കുഴപ്പമുള്ളത്? ജനിച്ചാൽ മരിക്കാണ്ടിരിക്കാൻ പറ്റില്ല. ജനിച്ചാൽ മരിക്കണം അല്ലേ? മരിക്കാണ്ടിരിക്കണമെങ്കിൽ ചില സൂത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ ലോകസഞ്ചാരി ആയതുകൊണ്ട് ഞാൻ പലതും ഗ്രഹിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. കേട്ടോ പറഞ്ഞതാ. ഇങ്ങനെ സുഖമായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കാലം തൂക്കിയിട്ടിരിക്കണമെങ്കിലേ സൂത്രം ഉണ്ട്. എന്താ അത്? മരിക്കാണ്ടിരിക്കണമെങ്കിൽ
വയസ്സായ ആൾക്കാർക്കൊക്കെ ശ്രദ്ധ കൂടി. വയസ്സായ ആൾക്കാരൊന്നും പേടിക്കണ്ട, ചെറുപ്പക്കാരെ പെട്ടെന്ന് പോണേ പോ. ഇതൊക്കെ നല്ല ബല അല്ലേ? മരിക്കാണ്ടിരിക്കാൻ ഒരു സൂത്രമുണ്ട്, ശ്രദ്ധിച്ച് കേട്ടാൽ പറഞ്ഞുതരാം. മുമ്പിൽ ഇരിക്കണവർ മാത്രം കേട്ടാൽ മതി. ഇവിടെ മുമ്പിൽ സിംഹാസനം കൊണ്ടിട്ടിട്ട് അതും കൊണ്ട് പുറകെ പോയിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? നിങ്ങൾ മാത്രം കേട്ടാൽ മതി. കേൾക്കാൻ പറ്റണ്ടോ? അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാൽ കേൾക്കാൻ പറ്റില്ല, ഞാൻ പറഞ്ഞേക്കാം. ഇവിടെ ശ്രദ്ധിക്കണ്ട, അത്ര ശ്രദ്ധയില്ല ഇവിടെ. മരിക്കാണ്ടിരിക്കണമെങ്കിൽ മനസ്സിലായോ? എടാ, മരിക്കാണ്ടിരിക്കണമെങ്കിൽ പിന്നെ മരിക്കില്ല. കേട്ടില്ല? ശ്രദ്ധിച്ചിരിക്ക. ശ്രദ്ധിക്കൂ. ഞാൻ ഉറക്കെ പറഞ്ഞാൽ പുറയിലിരിക്കണ വഷളന്മാർ പപ്പടപ്പല്ലന്മാരൊക്കെ കേൾക്കും. നിങ്ങൾ മാത്രം കേട്ടാൽ മതിച്ചിട്ടാ പറ. എന്താ ശ്രദ്ധ നോക്കൂ അല്ലേ? ശരിക്കും ശ്രദ്ധിക്കൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. മിണ്ടാണ്ടിരിക്കൂ. ചാവാണ്ടിരിക്കാനുള്ള സൂത്രം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും. മരിക്കാണ്ടിരിക്കണമെങ്കിൽ കേട്ടോ, മരിക്കാണ്ടിരിക്കണം. കേട്ടില്ലേ? അത് കേട്ടപ്പോൾ ഇല്ലണ്ടേ. മരിക്കാണ്ടിരിക്കണമെങ്കിലേ, ഇനിയിപ്പോൾ ഞാൻ പതുക്കെ പറയണില്ലേ, ഉറക്കെ പറയാം, ആ നല്ലത്. നിങ്ങളല്ലെങ്കിൽ കേൾക്കില്ല. മരിക്കാണ്ടിരിക്കണമെങ്കിൽ ജനിക്കാണ്ടിരുന്നാൽ മതി, പിന്നെ മരിക്കില്ല എന്ന്. അപ്പോൾ ജനിച്ചാൽ പക്ഷെ കൽപ്പകവൃക്ഷത്തിൻ്റെ ചോട്ടിൽ പോയി ഞാൻ മരിക്കരുത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരിച്ചില്ല എന്ന് വരാം. പക്ഷെ കൽപ്പകവൃക്ഷത്തിന് ഒരു ദോഷമുണ്ട്. എന്താ ദോഷം എന്നറിയോ? അതിൻ്റെ ചോട്ടിലിരുന്ന് എന്ത് വിചാരിച്ചോ അതുപോലെ സംഭവിക്കും. അത് നല്ലതായാലും ചീത്തയായാലും. പണ്ടൊരാൾ യാത്ര ചെയ്ത് ക്ഷീണിച്ച് എവിടെയെങ്കിലും ഒന്ന് കൂടണ്ടേന്ന് വിചാരിച്ച് ഈ കൽപ്പക വൃക്ഷത്തിൻ്റെ ചോട്ടിൽ ഒന്ന് വിട്ടു. കുറച്ച് വെള്ളം കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കുടം വെള്ളം എടുത്ത് കുടിച്ചു. ഇനി ഭക്ഷണം വല്ലതും ഇവിടെ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എനിക്കുണ്ടെന്നാ പറഞ്ഞേ, അതൊക്കെ ചോദിക്കലുണ്ടായി. ഭക്ഷണം വല്ലതും ഉണ്ടാവുമോ? വിചാരിച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആലിൻ്റെ ചോട്ടിൽ ഒന്നാന്തര ഇലയിട്ടേക്കണോ, വിഭവങ്ങളൊക്കെ വിളമ്പിയുണ്ട്. നെല്ലിയപ്പടം, ചെറിയപ്പടം, ഉപ്പേരി, ഉപ്പിലിട്ടത്, കാളൻ, ഓലൻ, എരിശ്ശേരി, അച്ചടി, പച്ചടി, കിച്ചടി, കിടികിടി, പാൽപ്പായസം, പഞ്ചാര സകലതും. സുന്ദരനായിട്ടൊരാൾ വിളമ്പാൻ. സ്ത്രീകളൊന്നുമല്ല. എനിക്ക് പ്രത്യേകം നിർബന്ധമാണ്, സ്ത്രീകളാ തരണേ കഴിക്കാണ്ടിരിക്കുക എന്നുള്ളത്. ശരിയല്ലേ? ഒന്നാമത്തേന് കൊടുക്കാൻ ഇത്ര മടിയുള്ളൊരു വർഗം. ഡാ ഇരിക്കുക, അവിടെ അങ്ങോട്ട് ഓടി നടക്കണം. വഷള ഇരിക്ക. എന്താ വന്നേ? ചോറുണ്ട. ഇരിക്കോ. അടുക്കളയിലേക്ക് പോയാൽ ഏറ്റവും ചെറിയ പാത്രത്തിലെ ചോറ് കൊണ്ടുവരിക. സ്ത്രീകളാണെങ്കിലേ ഈ ശബ്ദം കേട്ടാൽ പേടിച്ചു പോകും അല്ലേ? വിളമ്പട്ടെ, ഇടട്ടെ, ഞാൻ ചോദിക്കും. കൊണ്ടുവന്നാൽ ഏറ്റവും ചെറിയ പാത്രമല്ല. ഇടട്ടെ, ഓ വിളമ്പട്ടെ, ഇട്ടോട്ടെ, തരട്ടെ, വേണ്ട, ദുരിതം. അഥവാ വിളമ്പിയാൽ മതിയാവോ, മതിയാവോ, കുറച്ചും കൂടി ആവാം, മതിയാവോ, ഭയങ്കര മുഴക്കം, കുറച്ചും കൂടി ആവാം. എങ്ങനെയാ? മതിയാവോ, കുറച്ചും കൂടി ആവാം. കളയരുത് കേട്ടോ. വിളമ്പിയിട്ട് വീണിട്ട് വേണ്ടേ കളയാൻ? തട്ടലൊന്നും വീഴില്ല. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ അഥവാ വിളമ്പിയാ അങ്ങനെയാണ്. സ്ത്രീകൾ അച്ഛൻ കഴിക്കേണ്ടി. ഇവിടെ നോക്കിയപ്പോൾ ഒന്നാന്തരായിട്ടുള്ളൊരാൾ ഗംഭീരമായിട്ട് ഇങ്ങനെ വിളമ്പണു. അതിങ്ങനെ ചുടുക്കനെ അതിശായിട്ടുള്ള ചോറ്, അതിധാരാളമായിട്ടാണ്. നെയ്യ് ഒഴിക്കണ കണ്ട ആന മൂത്രമൊഴിക്കാന്ന് നിന്നത്. സുഖമായിട്ട് ചെലുത്തി. ഊണ് കഴിഞ്ഞപ്പോൾ ആലോചിച്ചു, ഇവിടെ ഒന്ന് കിടക്കാനുള്ള വട്ടുണ്ടോ? നോക്കിയപ്പോൾ ഒന്നാന്തരം ഇവിടെ എന്തൊക്കെയോ കൊണ്ടുവച്ചേക്കണേ. പറ നിറയ്ക്കാനുള്ളത് അല്ലേ, സിംഹാസനങ്ങൾ, ഇനി ഇവിടെ കിടത്തണമെങ്കിൽ കിടത്താനുള്ള സംവിധാനം ഒക്കെ ഉണ്ട്. നോക്കിയപ്പോൾ ഒന്നാന്തരം കട്ടിൽ അവിടെ ഞാൻ കിടന്നു സുഖമായിട്ട്. അപ്പോൾ ആലോചിച്ചു, എന്തൊരു സുഖമായി ഇവിടെ വന്ന പോലെ. ഞാൻ ഈ കഥ മുഴുവൻ എൻ്റെ ഇല്ലത്ത് ചെന്നാൽ എൻ്റെ ഭാര്യയെ പറഞ്ഞ് കേൾപ്പിക്കും. എൻ്റെ സ്വഭാവം അതാ. എവിടെ പോയാലും ആ കഥകൾ മുഴുവൻ
അവളെ പറഞ്ഞ് കേൾപ്പിച്ചിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. അതുകൊണ്ടോ അങ്ങനെ പുറത്തു പോയാൽ ആ കഥയൊക്കെ പറഞ്ഞു കേൾപ്പിച്ചിട്ടാണ് ഉറങ്ങാറ് ആണോ? എന്നാൽ പിന്നെ ഉറങ്ങേണ്ടി വരില്ലേ? കേൾക്കണില്ലേ ചില ആൾക്കാരുടെ കഥകളൊക്കെ അല്ലേ? ഉറക്കമൊക്കെ പോയി എന്നാണ് കേൾക്കണത്. അതെ, കഥകൾ പറയാൻ പുറപ്പെട്ടതാ. പലരുമായിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കിയിട്ടുണ്ട് ഇപ്പോൾ. ആലോചിച്ചാൽ അല്ലേ, ഈ സമയം അങ്ങോട്ട് മോശമായാൽ പിന്നെ എന്നതേ ഉള്ളൂന്നില്ല. ഈ രാഹു എന്ന് പറഞ്ഞാൽ തന്നെ പേടിയാ അല്ലേ? മുഴുവൻ പറയണ്ട, ആ പേരുള്ളവരൊക്കെ പകടാന്നാ കേൾക്കണേ. അല്ലേ, ആലോചിച്ചാൽ ഇത്രയേ ഉള്ളൂ, മാറ്റി തന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല. ഞാൻ എവിടെ പോയാലും ആ കഥകൾ മുഴുവൻ എൻ്റെ ഭാര്യയെ പറഞ്ഞു കേൾപ്പിച്ചിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. ഇതുകൊണ്ടോ? എന്നാൽ പിന്നെ ഉറങ്ങേണ്ടി വരില്ലേ? കഴുത്ത് പോവും അല്ലേ? ഇപ്പം ഇത് വച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അല്ലേ? പക്ഷേ എൻ്റെ ഭാര്യ വിശ്വസിക്കാറൊന്നുമില്ല. കാരണം എന്താ? ഞാൻ അധികം നുണയെ പറയുക. ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ എഴുന്നള്ളിക്കാൻ ആൾക്കാരൊക്കെ വന്നിരുന്നു, ദേഹമൊക്കെ മുമ്പിലുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ വിചാരിച്ചു. എവിടെയാ? വലിയ തിരക്കുള്ള ആളായി ഇപ്പോഴേ. പണ്ട് ഞാൻ എന്തൊക്കെയാ വിശേഷം കാണാനും കൂടി കിട്ടാണ്ടായി അല്ലേ? അപ്പോൾ പക്ഷെ ഭാര്യ വിശ്വസിക്കില്ല ഞാൻ പറഞ്ഞാലും. ഞാൻ ഇപ്പം ആലോചിക്കണേ, എൻ്റെ ഭാര്യ ഇപ്പം ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾക്ക് നേരിട്ട് കാണായിരുന്നു അല്ലേ എന്ന് വിചാരിച്ച ഇത് ആരായി വരണേ നോക്കിയപ്പോ എൻ്റെ ഭാര്യ ഇങ്ങോട്ട് വരിക. അത് ഭാര്യയാണോ അതോ നീ വല്ല യക്ഷിയാണോ? അതങ്ങനെ ഭാര്യ യക്ഷി അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഭാര്യ കൊണ്ടുവന്നോ കൂടെ എന്നാ പറയണ്ട കേട്ടോ. പുറകിലാണെങ്കിൽ പേടിക്കണ്ട. ഭാര്യ യക്ഷിയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഭാര്യ യക്ഷി രാത്രി മാത്രമേ പ്രത്യക്ഷപ്പെടുള്ളൂ. ഭാര്യ പകലും പ്രത്യക്ഷപ്പെടും, രാത്രിയും പ്രത്യക്ഷപ്പെടും. യക്ഷിയുടെ കൈ കിട്ടിയാൽ തലമുടിയും പല്ലും നഖവും അവൾ തിന്നില്ല. ഭാര്യ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മുമ്പിൽ ചെന്ന് പെട്ടാൽ അവൾ അതും കൂടി തിന്നും. യക്ഷിയുടെ കൈ കിട്ടിയാൽ, യക്ഷി ലോകോപദ്രവം ചെയ്താൽ, നല്ലൊരു മന്ത്രവാദിയെ കണ്ടാൽ അവളെ പാലേമ തറയ്ക്കാം. മന്ത്രവാദിയുടെ ഭാര്യ മന്ത്രവാദിയെ പാലേമ തറയ്ക്കും. അവളെ തറയ്ക്കാൻ ആരുമില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആലോചിക്കണത് ഇതെൻ്റെ ഭാര്യയാണോ യക്ഷിയാണോ ഈ വരണേന്നാ. സൂക്ഷിച്ചു. ഭാര്യയാവാൻ വഴിയില്ല. അവളൊരു 7 മണി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങില്ല. അവൾക്ക് ലോകത്തുള്ള സകലത്തിനെയും പേടിയാ. അവൾക്ക് ലോകത്ത് പേടിയില്ലാണ്ട് ഒരേ ഒരു സാധനമേ ഉള്ളൂ. എന്താണെന്നറിയോ? എന്നെ പേടിയില്ല. ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല. പലരും ചിരിക്കുക, എൻ്റെ പോലെ തന്നെയാണല്ലോ. എന്നാൽ എനിക്കങ്ങനെയല്ല കേട്ടോ. എനിക്ക് ലോകത്ത് ആരെയും പേടിയില്ലാത്തൊരുത്തനാ. ഘടാഘടീന ഒരാളെയും പേടിയില്ല എനിക്ക് ലോകത്ത് ആകെ പേടി അറിയാം, അവളെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് അവളാണോ അതോ യക്ഷിയാണോ? തിരിഞ്ഞങ്ങോട്ട് നോക്കുമ്പോഴേക്കും അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. യക്ഷി തന്നെ. കാലം കൊണ്ടേ കഴിച്ചിട്ട് വായന് കോന്ത്രമ്പല്ലും. അയ്യോ, എന്നെ പിടിച്ച് തിന്നോ? തീറ്റാൻ കഴിഞ്ഞു. എന്താ കാരണം എന്നറിയോ? അയാൾ വിശ്രമിച്ച സ്ഥലം കൽപ്പകവൃക്ഷത്തിൻ്റെ ചോടായിരുന്നു. അവിടെ ഇരുന്ന് വെള്ളം വേണം, വെള്ളം കിട്ടി. ഭക്ഷണം കിട്ടിയിരുന്നെങ്കിൽ ഭക്ഷണം കിട്ടി. കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ കട്ടിലുണ്ടായി ഇല്ലേ? എൻ്റെ ഭാര്യ വന്നിരുന്നെങ്കിൽ ഭാര്യ വന്നു. അത് യക്ഷിയാണോ? അങ്ങനെ ചിന്തിക്കേണ്ട വല്ല കാര്യം ഉണ്ടായോ? യക്ഷിയായി. എന്നെ പിടിച്ച് തിന്നോ? തീറ്റാൻ കഴിഞ്ഞു. പക്ഷേ ദ്വാരകയിൽ ഒരു കൽപ്പകവൃക്ഷമുണ്ട്. അത് ആരാന്നല്ലേ? സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അവിടെ ഒരപകടവും ഇല്ല ആർക്കും, സന്തോഷം മാത്രമേ ഉള്ളൂ. മാത്രമല്ല എന്നും ദാനം, എന്നും ദക്ഷിണ, എന്നും സദ്യ, ഇങ്ങനൊരു ഭരണം ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അങ്ങനെ പറയാൻ പറ്റില്ലേ? ഇങ്ങനൊരു ഭരണം അനുഭവിച്ചോളൂ കേട്ടോ. ഭരണകർത്താക്കൾ പറയുകയൊക്കെ എങ്ങനെയാണ് വരുമ്പോഴേ, ഞങ്ങൾ വന്നാൽ എല്ലാം ശരിയാക്കി തരാം. ശരിയായില്ലേ? ഇപ്പോൾ പഠിക്കരുത് കേട്ടോ, ഇനിയും പഠിക്കരുത്, ഇനി അനുഭവിക്കുക. അങ്ങനെയല്ലേ? എല്ലാം നേരെയാക്കാന്നേ പറഞ്ഞുള്ളൂ. ആരുടെ കാര്യമാണ് നേരെയാക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലേ? നമ്മൾ വിചാരിച്ചു നമ്മുടെ കാര്യമാണെന്ന്.
നിങ്ങളുടെ കാര്യം അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഗംഭീരമായിട്ടുള്ള ദാനം, ദക്ഷിണ, സദ്യ, ഗംഭീരമായിട്ടുള്ള ദാനമാണ്, ഒരാക്ഷേപമില്ല. എന്ന് സദ്യ. ആ വരൂ വരൂ വരൂ. എന്താ അത്ര വൈകിയതാവോ? ഇപ്പോൾ വരുന്ന ഇരിക്കാം, ഇരിക്കൂ. പുറകിലിരുന്നാൽ 2 പേർക്കും ഇരിക്കാമല്ലോ. അങ്ങനെ ഇരുന്നോളൂ. അതൊക്കെ ഇരിക്കൂ. എന്താ അത്ര സ്നേഹമില്ലാത്ത പോലെ? ഇരിക്കൂ അവിടെ. ആ എന്താ വേണ്ടയോ? അല്ല ദാനം ഉണ്ടെന്ന് വേവായിട്ടുണ്ട്. വാക്ക് പറഞ്ഞ വ്യവസ്ഥയും കൂടി ഉണ്ട്. ഇപ്പം ഈ ഭരണാധികാരികൾക്ക് വാക്ക് പറയൽ മാത്രമല്ല, ഒരു വ്യവസ്ഥയില്ല. ഭരിക്കാൻ വരണേക്കുമ്പോൾ പലതും പറയും. അതൊന്നും ഭരണത്തിൽ വന്നാൽ ചെയ്തു എന്ന് വരില്ലേ? പണ്ട് അങ്ങനെ ഉണ്ടായി. ഒരു രാജാവ് മന്ത്രി വൈകി വന്ന. എന്താ വൈകിയത്? മകൻ്റെ ചോറൂണാണ് എന്ന്. അടുത്ത ആഴ്ച. ആഹാ, എന്നെ ക്ഷണിക്കണില്ലേ? രാജാവാ, ഉപായത്തിലേ ഉള്ളൂ, അത് പറ്റില്ല, എന്നെ വിളിക്കണം. ആൾക്കാരെന്താ പറയുക? ആ മന്ത്രിയുടെ കുട്ടിയുടെ ചോറൂണിന് രാജാവിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്കോ അങ്ങയ്ക്കോ അതിൻ്റെ ആക്ഷേപം. അങ്ങയൊക്കെ ക്ഷണിച്ചാൽ മഹാരാജാവ് പങ്കെടുക്കുമ്പോൾ അവിടെ എന്തെല്ലാം വട്ടം കൂട്ടണം. ഇത് പറ്റില്ല. കുട്ടിയുടെ ചോറൂണിന് വേണ്ടതൊക്കെ ഞാൻ തന്നാലോ? അങ്ങ് ചെയ്യാന്നുണ്ടെങ്കിൽ എല്ലാവരും അറിയിച്ചോളൂ. അദ്ദേഹം നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. ഗംഭീരമായിട്ടാ. അടുത്ത ആഴ്ച ചോറൂണാണ്, വരണം. ഇതാ 2 പേരും വരണം. പറയണ്ടല്ലോ, ക്ഷണിച്ചിരിക്കണോ? അങ്ങോട്ട് പിന്നെ പറയണ്ടാക്കി അറിയാം. എവിടെ സദ്യ ഉണ്ടോ? എന്നാലും ഞാൻ പറഞ്ഞേക്കണു. ഇനി അങ്ങനെ കണക്കാക്കേണ്ട, അങ്ങ് വരണം. വരില്ലേ? വരില്ല. മകൻ്റെ ചോറൂണാണ് അടുത്ത ആഴ്ച. വന്നില്ലെങ്കിൽ ഞാൻ അപ്പോൾ കാണിച്ചു തരാം. വാഹനമൊക്കെ വിടണമെങ്കിൽ വിടാം. വേണോ? വേണ്ട, വരില്ല എന്ന് തീരുമാനിച്ചു അല്ലേ? ഒന്ന് കൂട്ടിയിട്ട് വരണം കേട്ടോ. അതോ ഈ സ്ത്രീകളെയൊക്കെ പുറപ്പിടിച്ച് കൊണ്ടുപോകാൻ വലിയ വിഷമാവും. പുറപ്പെടില്ല. എന്നാലും ഒന്ന് ഉത്സാഹിക്കണം. ആദ്യം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, എന്നിട്ട് ഒരുമിച്ച് അങ്ങോട്ട് കേട്ടോ. എല്ലാവരെയും വിളിച്ചു. ഗംഭീരമായിട്ട് പന്തലിടൽ അല്ലേ, ആന എഴുന്നള്ളിക്കൽ, മഹാരാജാവ് വരണതാ. സകല ആൾക്കാരെയും ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചോറൂണിൻ്റെ തലേ ദിവസമായി. കയ്യിലൊന്നുമില്ലേ. രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മഹാരാജൻ എന്താ വന്നേവോ? നാളെയാണ് ചോറ്. അതെനിക്കറിയാലോ, ഞാൻ വരുന്നുണ്ട്. അല്ല, എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കുറച്ചിപ്പോൾ കിട്ടിയാൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതാ, എന്തെങ്കിലും കുറച്ചാക്കണ്ട, ഞാൻ തരാമെന്ന് പറഞ്ഞാൽ തന്നേക്കാം. എന്നാലോ സന്തോഷമായി. ആരാ അവിടെ? എടുത്തോണ്ടിരോ. എന്താ അത്? ചോറൂണിൻ്റെ. മേടിച്ചപ്പോൾ എന്താണെന്നറിയോ? 1 പിടി അരി. എന്താ കരയണത്? ഇത് അരി. ഇതെന്തിനാ? ചോറൂണിനെ. ഞാൻ എന്താ പറഞ്ഞേ? കുട്ടിയുടെ ചോറൂണിനുള്ളത് ഞാൻ തരാമെന്നല്ലേ പറഞ്ഞേ? അല്ലേ? അതെ. ഇത്രയും അരിയൊന്നും വേണ്ട. ആ കുട്ടിയുടെ വായ പൊളിച്ച നാക്കത്തും തേക്കേ വേണ്ടു. അപ്പോഴത്തേക്ക് അപ്പോൾ ഉപ്പും പുളിയും എല്ലാം കൂടി കുട്ടിയെ നാക്കത്തൊരു തേക്കല്ലേ, പിന്നെ അത് ചോറുണ്ണില്ല. അങ്ങനെ തേച്ച് ഇപ്പോൾ കുട്ടികളാരും ചോറുണ്ണണ്ടായി. ഇതിനൊന്നും രാത്രി ചോറ് ഉറങ്ങില്ല. അത് കൂടുതൽ വായിൽ തേച്ചട്ടാ. എന്നിട്ട് വേണ്ടാത്ത സാധനമൊക്കെ കഴിക്കും. എന്നിട്ട് ഊണുമില്ല, ഉറക്കമില്ല. രാത്രി ആയാൽ പുറത്തേക്ക് ഇറങ്ങി. സാധാരണ മനുഷ്യർ ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ ചാടി ഇറക്കും. എന്നിട്ട് ആൾക്കാർ ഉണരുന്ന സമയത്ത് കിടന്നുറങ്ങും. അത് ഈ വേണ്ടാത്ത സാധനം വായിൽ തേച്ചട്ടാ. മനസ്സിലായില്ലേ? കുട്ടിയുടെ ചോറൂണിന് 1 പിടി അരി തന്നെ വേണ്ട. അല്ല, ഞാൻ അങ്ങനെയല്ല. നിങ്ങൾ തോന്നണ പോലെ വിചാരിക്കണത് എൻ്റെ കുറ്റമല്ല. ഞാൻ പറഞ്ഞു കുട്ടിയുടെ ചോറൂണിനുള്ളത്. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞേ? അല്ലേ? ഇവിടെ കേട്ടവരുണ്ട്, ചോദിച്ചു നോക്കൂ. അപ്പം അദ്ദേഹം അരി മേടിച്ചു. ഞാൻ ലോകത്തിലുള്ള സകലരെയും ക്ഷണിച്ചിട്ടുണ്ട്. അതിപ്പോൾ എൻ്റെ കുറ്റമാണോ? ഞാൻ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞില്ല. കുട്ടിയുടെ ചോറൂണിനുള്ളത് തരാം എന്നല്ലേ പറഞ്ഞുള്ളൂ. ആ മന്ത്രി അരി ഇങ്ങനെ മേടിച്ചു. ഞാനത് കൊണ്ടുപോകണില്ല. ഇവിടെ ഇരുന്നോട്ടെ. അങ്ങയുടെ അമ്മ വയ്യാണ്ട് കിടക്കുകയല്ലേ? അതെ. കണ്ടിട്ട് വലിയ താമസം ഉണ്ടെന്ന് തോന്നണില്ല. അപ്പോൾ അമ്മ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ചില ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ഉരുള ഉരുട്ടി വെക്കുക,
അല്ലേ? ആദ്യത്തെ ഉരുള എൻ്റെ വകയായിക്കോട്ടെ. എന്താ ഇപ്പം ഉണ്ടായത്? വാക്ക് പറഞ്ഞിട്ട് അത് പാലിക്കാതെ കൊണ്ടുപോയോണ്ട് അബദ്ധ. പക്ഷേ ശ്രീകൃഷ്ണൻ്റെ ഭരണകാലത്ത് അങ്ങനെയല്ല. 10 കൊടുക്കാന്ന് പറഞ്ഞാൽ 1000 കൊടുക്കും. എന്നും സദ്യ, എന്നും ദാനം, എന്നും നൃത്തം, എന്നും പാട്ട്, എന്നും ഉത്സവം, അല്ലേ? അങ്ങനെയായിരുന്നു ഉത്തരം. അങ്ങനെ വരുമോ? എല്ലാവർക്കും സുഖം അങ്ങനെ വരുമോ എന്നാണെങ്കിൽ കൃഷ്ണൻ്റെ ഭരണകാലല്ലേ. പക്ഷേ ഏവമേവാ സുഖമേധമാനേഷു സകലലോകേഷു ദ്വാരവത്യാന്തു കസ്യചിത് അപത്യാഷ്ടകം ജാതമാത്ര നഷ്ടമജനിഷ്ഠ. ആ ഭഗവാന്റെ കൊട്ടാരത്തില് ഒരു ബ്രാഹ്മണന്റെ ഭവനത്തില് ഒരു ബ്രാഹ്മണനുണ്ടായ ഉണ്ണികളൊക്കെ ജനിച്ച് വലിയ താമസമില്ലാണ്ട് മരിച്ചുപോയി എന്നാണ്. 9ാമത്തെ ഉണ്ണിയെ പ്രസവിക്കണ സമയത്ത് അദ്ദേഹം ആ ദേവാലപ്പരയുടെ മുമ്പിൽ കൃഷ്ണ നാരായണ ഹരേ മുരാന്തക ഈ ഒരു ഉണ്ണിയെങ്കിലും അടിയന് തരണേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് കരച്ചിൽ കേട്ടു. എന്താ കരച്ചിൽ? വേറൊന്നുമല്ല, പ്രിയതമൻ ഈ ഉണ്ണി മരിച്ചു കേട്ടോ. അങ്ങ് എപ്പോഴും കൃഷ്ണ വാസുദേവ വിളിച്ച് നടക്കണ്ടല്ലോ, നിർത്തിക്കൂടെ അങ്ങേക്കത്? ഈ കാലം അത്രയും ഈ ഭഗവാനെ ഭജിച്ചിട്ട് അവിടെ നിന്ന് അനുഗ്രഹിച്ചിട്ടില്ലാച്ചാൽ എന്തിനാ പിന്നെ ഈ കൃഷ്ണ നാരായണ പറഞ്ഞ് അങ്ങ് നടക്കണത്? അതല്ല, അവിടുത്തെ ഭഗവാന് അവിടുത്തെ അനുഗ്രഹിക്കാൻ ശക്തി ഉണ്ടെങ്കിൽ കാണട്ടെ ഈ ഉണ്ണിക്ക് ജീവനുണ്ടായിട്ട്. ആ ഉണ്ണിയുടെ മൃതശരീരം കയ്യിലങ്ങനെ എടുത്തു. കരഞ്ഞു കലങ്ങിയ കണ്ണോടുകൂടി അഴിഞ്ഞു കിടക്കണ തലമുടിയോടുകൂടി ആ ഉണ്ണിയുടെ ശരീരവും കൊണ്ട് ഭഗവാന്റെ സന്നിധാനത്തേക്ക് ആ ബ്രാഹ്മണൻ അങ്ങോട്ട് ചെന്നു. അത്രേ ഉറക്ക കരഞ്ഞോണ്ടാ. അഷ്ടവൂ നഷ്ടാ തനൂജ കിതവതവ ദുരാചാരത ചോരവൃത്തേ കഷ്ടം ഭോ കഷ്ടമേതൽ നവമമഭിമൃതം ബാലം ആലോകയേ ഭൂയോ ഭൂയോ വചോഭി ശ്രവണകടുതരൈ ഭർഷയന്തം ദ്വിജന്തം ദൃഷ്ട്വാ ദേവത്തദാനിം അതനുത കുഹനാമാനുഷോ മൗനമുദ്രാ അഷ്ടൗ തനൂജാ നഷ്ടാ. എൻ്റെ 8 ഉണ്ണികളും മരിച്ചു. നവമം മൃതം ബാലം ഹലോകയാ. എൻ്റെ 9ാമത്തെ ഉണ്ണി കൂടി മരിച്ചു. കൃഷ്ണ ഒന്ന് നോക്കൂ എൻ്റെ ഉണ്ണിയുടെ മുഖത്തേക്ക്. കൃഷ്ണ മരിച്ചു വെച്ചാൽ പിന്നെ ഈ മുഖത്തേക്ക് നോക്കിയിട്ട് കാര്യമുണ്ടോ? നോക്കണത് ഭഗവാനാ. ഭഗവാൻ നോക്കിയാൽ ചിലപ്പോൾ ഇയാൾക്ക് ജീവനുണ്ടായാലോ? സാധിച്ചുകൂടെ? മൂകനെ വാചാലനും കാലില്ലാത്തവനെ പർവ്വതാരോഹകനാക്കാനും പറ്റുന്ന ആളാണ് അവിടുന്ന് വിചാരിച്ചാൽ സാധിക്കാണ്ട് ഒന്നുമില്ല. നവമം മൃതം ബാലം ഹലോകയ. ഒന്ന് നോക്കണേ കൃഷ്ണ എന്ന് പറഞ്ഞ് ഭഗവാൻ കാണാൻ പാകത്തിന് രാജദ്വാരി മൃതം നിധായതനയം. ആ കൊട്ടാരത്തിൽ ഭഗവാൻ കാണാൻ പാകത്തിന് ഉണ്ണിയുടെ മൃതശരീരം ഇങ്ങനെ കിടത്തിയിട്ട് അഴിഞ്ഞു കിടക്കണ തലമുടിയോടുകൂടി നിരസ്ത്രസ്തവ കൃഷ്ണ. എവിടെ ആ ലജ്ജയില്ലാത്തവനായ കൃഷ്ണൻ? എവിടെ? കൊനുഹലീഹാല മദാന്ധാശയ ക്വാസ്തേ. മദ്യപിച്ച് മതോന്മത്തനായി നടക്കണ ഒരാളില്ലേ അവിടെ? ബലരാമൻ. വിളിക്കാവനെ. ഇത്യുച്ചൈർഗിരമുദ്ഗിരൻ. ഇങ്ങനെ ഉറക്ക പറഞ്ഞും കൊണ്ട് ദ്വിജവരാ ആ ബ്രാഹ്മണൻ സഭാം പ്രഭേദേ. ആ സഭയിലേക്ക് അങ്ങനെ പ്രവേശിച്ചു. എങ്ങനെയാ പ്രവേശിച്ചാൽ ആ വരവ് കണ്ടാൽ എന്താ തോന്നുക? സമുദ്രം ഇങ്ങനെ ഒഴുകി വരികയാണ് തോന്നും. കണ്ണീര് കണ്ടാൽ
സമുദ്രം എപ്പോഴാ ഇത്ര ക്ഷോഭിക്കുക? ചന്ദ്രോദയത്തിലാന്നാ പറയുക അല്ലേ? ഇവിടെ ചന്ദ്രനുണ്ടോ? മൃതസുത മുഖേന്ദു സന്ദർശന. ആ ഉണ്ണിയുണ്ടല്ലോ മരിച്ചു പോയത്, ആ ഉണ്ണിയുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ, ചന്ദ്രനെ പോലെ ശോഭിക്കുന്ന ആ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ സഹിക്കണില്ല. ഉറക്ക കരഞ്ഞും കൊണ്ട് ഹൃദയ ശോക സാഗര തരംഗ ശങ്കാവഹൈ കണ്ണീരിങ്ങനെ വരികയാണ് തോന്നും. ഭഗവാന്റെ കാക്കലങ്ങോട്ട് വീണ് കാല് മുറുക്കെ പിടിച്ചു. കൃഷ്ണ, ഒരു ജീവന് പകരം മറ്റൊരു ജീവൻ ഞാൻ കേട്ടുണ്ട്. സത്യമാണെങ്കിൽ കൃഷ്ണ, എൻ്റെ ജീവൻ എടുത്തിട്ട് ഈ ഉണ്ണിക്ക് ജീവൻ തരുമോ? അവൾ കാത്ത് നിൽക്കുക വഴിക്കണ്ണുമായിട്ട്. അവള് ഉണ്ടായ ഉണ്ണികളൊക്കെ പോയില്ലേ? ഈ ഉണ്ണിയെങ്കിലും കിട്ടിയാൽ അവൾക്ക് സന്തോഷമാവും. ഈ വൃദ്ധൻ ഇനി മരിച്ചാലും വിരോധമൊന്നുമില്ല. കൃഷ്ണ ഹരേ കണ്ണാ കണ്ണാ കൃഷ്ണ എന്ന് പറഞ്ഞ് ഭഗവാന്റെ 2 തൃപ്പാദങ്ങളും കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരഞ്ഞു. സകല ആൾക്കാരും ചെവി പൊത്തി, പലരും സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭഗവാനോ കുഹനാ മാനുഷോ മൗനമുദ്രാം അതനുദാ. മായാമാനുഷനായ കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. ഇത് കണ്ടപ്പോൾ ഇത് കേട്ടിട്ട് ഇരിക്കാൻ പറ്റാത്ത ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആരാ അത്? ശ്രദ്ധിക്കുക എന്ന്. അപ്പോൾ മനസ്സിലാവും. അതല്ല പറഞ്ഞതല്ലേ, ഞാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആളുടെ പേര് പറയുമ്പോൾ അങ്ങനെയല്ല. കേൾക്കാൻ പറ്റാത്ത ഒരാളവിടെ ഉണ്ടായിരുന്നു. ആരാ അത്? ഏതെങ്കിലും ചെവിപ്പോട്ടനാവും കേൾക്കാൻ പറ്റാത്ത ആള്. അതല്ല, അങ്ങനെ ചെല്ലു പറയാറില്ലേ? അന്ന് അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ ഭാര്യയ്ക്ക് ദേഷ്യം വന്ന് കുറേ കഴിഞ്ഞപ്പോഴേ, ഈ ഭാര്യയും അമ്മയും തമ്മിൽ എപ്പോഴും ഇല്ലേ, എന്താ അങ്ങ് എപ്പോഴും പറയണ്ടല്ലോ? അല്ല, അന്ന് അമ്മ പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു. എന്ത്? കേട്ടില്ലല്ലോ, അതല്ലേ പറഞ്ഞ. അമ്മ പറയാ കേട്ടു വെച്ചപ്പോൾ പറയണോ? അമ്മ കേട്ടില്ല, കേട്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ അത് കേൾക്കാൻ പറ്റാത്ത ഒരാളുണ്ടായിരുന്നു. ആരാ അത്? ഏതെങ്കിലും ഒരു ജയ്പോൾട്ടൻ അല്ല. പിന്നെയോ ഇത് സഹിക്കാൻ പറ്റാത്ത ഒരാൾ, അർജുനൻ. ഇവിടുന്ന് ചാട്ടിയൻ എണീറ്റ് താനിരുന്ന സിംഹാസനം കാലുകൊണ്ടൊരട്ടി. അപ്പം എന്താണ്ടായേ? മിക്കവാറും കാലൊടിഞ്ഞു പോയിണ്ടാവും. കാലൊടിഞ്ഞു. അർജുനൻ്റെ അല്ല, സിംഹാസനത്തിൻ്റെ കാല്. നമ്മളടിക്കണമെങ്കിൽ നമ്മുടെ കാലൊടിയും അല്ലേ? മറ്റേതല്ല ഉണ്ടായത്. അങ്ങനെയുണ്ട് ചില കേമന്മാർ അല്ലേ? സിംഹാസനത്തിൻ്റെ കാലൊടിക്കണമൊക്കെ ഉണ്ട്. കാല് തെറിച്ചങ്ങോട്ട് പോയി. സഭയിലേക്ക് അങ്ങോട്ട് ചാടി അങ്ങോട്ട് വന്നു തന്നെയല്ല, നിലത്ത് മാറത്തടിച്ച് നൊരോളിച്ച് കിടക്കണ ആ ബ്രാഹ്മണനെ പിടിച്ചാണ് എണീപ്പിച്ചു. നിൽക്കൂ ബ്രാഹ്മണൻ. ഉണ്ണിയും കൊണ്ടുവന്നേക്കത്. ബ്രാഹ്മണൻ ഇങ്ങോട്ട് നോക്കൂ. പറഞ്ഞാൽ കേൾക്കാൻ വലിയ വിഷമല്ലേ? ഇങ്ങനെ തുള്ളിക്കൊണ്ടിരുന്നാ പറ, ഞാനാ വിളിക്കണേ, ഇങ്ങോട്ട് വരൂ. ഈ നാട്ടുകാരനാ, പറഞ്ഞാൽ കേൾക്കണില്ല. ഞാൻ പണ്ടൊക്കെ പറയാറുണ്ട്, ഇവിടെ വരുമ്പോൾ എല്ലാവരും മുമ്പിലേക്ക് കയറിയിരിക്കണം. ആരും ഇരിക്കാറില്ല. പിന്നെ പറയാണ്ട് എന്തിനത്? മിണ്ടാണ്ടിരുന്നാൽ ചിലപ്പോൾ ഇങ്ങോട്ട് കയറിയിരിക്കും. ഇനി അടുത്ത തവണ വേറൊരു പരീക്ഷണമുണ്ട്. എല്ലാവരും പുറകിലേക്ക് ഇരിക്കോ? എല്ലാവരും ഞങ്ങളും മുമ്പിലുണ്ട് അല്ലേ? ബ്രാഹ്മണൻ, അങ്ങ് എന്തിനാ വിഷമിക്കണേ? ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. എന്ത്? അങ്ങയുടെ 8 ഉണ്ണികളും മരിച്ചു, ഇത് 9ാമത്തെ ഉണ്ണി. ഒരു വാക്ക് എന്നെ വിളിച്ചിരുന്നുവെങ്കിൽ അല്ലേ, ഒന്ന് വിളിച്ചാൽ മതിയായിരുന്നു. ഈ അങ്ങ് കൃഷ്ണനെ വിളിച്ച് കരഞ്ഞു, കൃഷ്ണ ഗോവിന്ദ. ഗോവിന്ദനെയൊക്കെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഗോവിന്ദൻ കാലത്ത് പറഞ്ഞല്ല വൈകുന്നേരം പറയാം, വൈകുന്നേരം പറഞ്ഞല്ല പിന്നെ പറയാമോ? നല്ല ഗുണമുണ്ടോ ഗോവിന്ദനെ കൊണ്ട്? ഒന്നാമത്തേന് പറഞ്ഞാൽ മനസ്സിലാവുകയില്ലേ? ആ ഗോവിന്ദനെ വിളിച്ച സമയത്ത് എന്നെ വിളിച്ചിരുന്നെങ്കിലോ, കൃഷ്ണ എന്ന് വിളിച്ചപ്പോ അർജുന എന്ന് വിളിക്കായിരുന്നില്ലേ? പാർത്ഥ, ഫൽഗുന, വിജയ. വിജയ എന്ന് വിളിക്കണമെന്നില്ല, ബാക്കിയൊക്കെ വിളിച്ചോളൂ അല്ലേ? ഏതെങ്കിലും ഒരു നാമം വിളിച്ചിരുന്നുവെങ്കിൽ ഞാൻ അപ്പം രക്ഷിച്ചേനെ ഉണ്ണി. ഏതായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു അല്ലേ? ഇനി അങ്ങക്കൊരു മകനുണ്ടാവാൻ ഈ യോഗം ഉണ്ടെങ്കിൽ ആ ഉണ്ണിയെ കരധൃത ശരചാപ പാലയിഷ്യാമി. ഈ കയ്യിലുള്ള വില്ലും ശരങ്ങളുമാണ് സത്യം, ഞാൻ രക്ഷിച്ചോളാം. എന്നാ പോരെ? സന്തോഷമായില്ലേ?
എന്നെപ്പോലെ കേമനായിട്ട് ലോകത്താരുമില്ല, അതുകൊണ്ടായി പറയണേ. ഇപ്പം ഇവിടെ ആയതുകൊണ്ട് ഞാൻ പറയാം, പുറത്താണെങ്കിൽ ഞാൻ പറയാൻ പുറപ്പെടില്ല. നമ്മുടെ സ്വന്തം ആൾക്കാരൊക്കെ ഇരിക്കണത് കണ്ടോ. ഇവിടെ പറയാണ്ട് പോയാൽ അത് മതി ബഹളാവാൻ. എന്നാലും അത് ഇവിടെ വന്നിട്ട് പറഞ്ഞില്ലല്ലോ അല്ലേ. ഇവിടെ നിന്ന് ഇറങ്ങി എന്നെ ചെയ്ത് പറയും. അപ്പം ഇപ്പോൾ ഉള്ളത് പറഞ്ഞാൽ കുഴപ്പമില്ല, ഇപ്പം പറയില്ല അല്ലേ. ഇന്ന് ലോകത്ത് ഏറ്റവും വലിയ ശക്തൻ ആരാന്നറിയോ? ഭക്തൻ. ഞാൻ കണ്ടു അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ വിളിച്ചാണല്ലോ തേവരും കൂടെ ഇറങ്ങിയത്. ആ എന്താ എന്നെ വിളിച്ചേ? ഇപ്പോൾ വരും. അറിയോ, ഏത് ഈശ്വരന്മാരെ വിളിച്ചാലും ആരെ വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. സരസ്വതി എന്നാണ് വിളിച്ചാൽ അപ്പം വീണയായിട്ട് വരും. 2 വീണയൊക്കെ, 2 ഉണ്ട് വീണ, 2 അപകട. ഒരെണ്ണത്തിൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി എന്നാണ് കേൾക്കണേ. നിങ്ങളൊക്കെ വിളിച്ചാൽ സരസ്വതി 1 വീണയല്ലേ, 2 വീണ ഉണ്ടെന്നാ കേട്ടോ. സരസ്വതിയുടെ 2 വീണയും കൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വരും. എന്താ വേണ്ടേ ചോദിച്ചിട്ട്. അല്ലേ, ഏത് ഈശ്വരനെ വേണം പറഞ്ഞോളൂ. ശങ്കരൻ, മഹാദേവൻ വേണോ, കൃഷ്ണൻ, നാരായണൻ, ഭഗവതി, വിളിച്ചപ്പോൾ വരേ. ഏത് ഉണ്ണിഗണപതി, ഇന്ന് ഗണപതിയുടെ ദിവസം അല്ലേ. ആ ഇന്നെല്ലാവരും ഗണപതിയുടെ ആൾക്കാരാ. നാളെ തിരിഞ്ഞു നോക്കുകയില്ല. ഇന്ന് ഗണപതി ആശംസകൾ, നാളെ കണ്ടില്ല. ചിലർ ഇന്ന് അമ്പലത്തിലൊക്കെ എൻ്റെ മഹാഗണപതി ഇവിടെ അവിടെ കാര്യമായിട്ട് ഉരുണ്ടി വീണത് അപ്പിട്ടെന്ന് പറഞ്ഞു. വല്ലതും പറ്റുമോ? ഞാൻ നമസ്കരിച്ചതാന്നാ, ഉരുണ്ടി വീണതാ. ഞാൻ വിളിച്ചാൽ ഏത് ഈശ്വരന്മാരും, ദേവേന്ദ്രൻ വേണോ, സുരേന്ദ്രൻ. ഇപ്പം സുരേന്ദ്രനൊന്നും ആരും വിളിക്കണില്ല. സുരേന്ദ്രൻ്റെ ഒക്കെ കാര്യം അപകടം എന്നാ കേൾക്കണേ അല്ലേ. രവീന്ദ്രൻ കുറച്ച് ഭേദപ്പെട്ട ഒരാളായിരുന്നു. രവീന്ദ്രൻ അയാളെ മാറ്റി, തോന്നിവാസിയെ കൊണ്ടുവച്ചിട്ടുണ്ട് അല്ലേ. രവീന്ദ്രനെ വേണോ, സുരേന്ദ്രനെ വേണോ, മഹാദേവനെ വേണോ, ദേവിയെ വേണോ, ശ്രീപാർവതി, ശൈലജ, ഒരു ഗുണമില്ലാത്തതാ അല്ലേ ശൈലജ. പക്ഷേ ഞാൻ വിളിച്ചാൽ ഏത് ഈശ്വരന്മാർ, അത്ര ഭക്തൻ. പറയട്ടെ, ഞാൻ വേണ്ടാന്ന് വെച്ചതാണ്. എന്നാൽ ഈ ലോകത്തെ ഏറ്റവും സുന്ദരൻ ആരാന്നറിയോ? കേട്ട് പഠിക്കേ. അവിടെ ആലോചിച്ചുകൊണ്ടിരിക്കുക എന്താ പറയണ്ടേന്ന്. അപ്പോൾ സുന്ദരൻ എന്താ എന്താ കാലിന്മ കാലും കയറ്റി വെച്ചിരിക്കണേ, മാന്ത ആരാ? അങ്ങാണെന്നാ വിചാരിച്ച സുന്ദരൻ. 2ാം സ്ഥാനം അങ്ങക്കാണ് കേട്ടോ. 1ാമത് എനിക്ക് ആ മുഖത്തേക്ക് നോക്കൂ, ഇരിപ്പുണ്ടോ മഹാരാജാവാന്ന വിചാരം. ഞാൻ എൻ്റെ കാവലിന് കൊണ്ടിരുത്തിയേക്കണ 2 പേരെ, ഇവിടെ വരണം ഇവിടെ വരണം. അത് പറഞ്ഞപ്പോൾ കാല് മാറ്റിയതാ അല്ലേ. അപ്പോൾ ഏറ്റവും സുന്ദരൻ ഞാൻ. സംശയമുണ്ടോ? ആരെങ്കിലും പറഞ്ഞുണ്ടോന്നാവും. അങ്ങനെ എല്ലാവരും പറയുമോ? ഈ തീന് ചൂടാന്ന് എല്ലാവരും പറയാറുണ്ടോ? തീന് ചൂടാന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ അല്ലേ. പിന്നെ പറഞ്ഞുണ്ടോ ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ 1ഓ 2ഓ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സുന്ദര. പിന്നെ വിളിക്കാറൊന്നുമില്ല അമ്മ. ആദ്യം 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അറിയോ, മഹാദേവൻ്റെ ഇന്ന് പാശുപതാസ്ത്രം മേടിച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ടോ? ഒന്നും കേട്ടിട്ടില്ല അല്ലേ. വെറുതെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് നടക്കാം. യുദ്ധത്തിൽ ജയിക്കാൻ പാശുപതാസ്ത്രം വേണമെന്ന് പറഞ്ഞപ്പോൾ സ്വതേ ഞാൻ സാധാരണ എന്താ ചെയ്യാന്നോ, നേരെ കൈലാസത്തിലേക്കാണ് ചെല്ലും. ആ ഇത് ആരാ ഈ വരണേ, വരൂ വരൂ വരൂ, ഇങ്ങോട്ട് വരൂ. അവിടെ ആരുമില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ. ആരാത്? അർജുനൻ. എന്താ അർജുന? ഇവിടെ ഈ പാശുപതാസ്ത്രം ഉണ്ടോ? ഇവിടെ ഉണ്ടെന്ന് കേട്ടു. അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഇവിടെ ഒതുക്കിപ്പറക്കലിനിടെ ഇവിടെ കൊണ്ട് വെച്ചേന്നൊരു. നാളെ വരും, മിക്കവാർത്തും തട്ടുംപുറത്തിൻ്റെ മുകളിലുണ്ടാവും, അവിടെ വെക്കാറ്. എടുത്തു തരാം. ഡാ ഇരിക്കാം, ഞാൻ എടുത്തു കൊണ്ടുപോകാം, ഞാൻ എടുത്തു കൊടുത്തോളാന്ന് ഭാഷ. അവിടെ ഇരിക്കണം, ഇരിക്കടാ അവിടെ. ഞാൻ അർജുനന് നാളെ എടുത്തു കൊടുത്തോളാം. ഇന്ന് ഈ കുന്തം കൊണ്ട് തട്ടുമ്പുറത്തേക്ക് കുറച്ച് കയറാൻ പോകണ്ട കേട്ടോ. അർജുന നാളെ വരും, ഞാൻ തരാം. ഇത്രേ ആവശ്യമുള്ളൂ എനിക്ക് സ്വതേ, അറിയോ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? എല്ലാവരും മഹാദേവൻ തപസ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ മാത്രം അവിടെ ചെന്ന് തട്ടുമ്പുറത്ത് മേടിക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ തപസ് ചെയ്തു ശിവനെ. അപ്പം ശിവനൊരു മോഹം. എന്താ അത്? ഈ അർജുനോടൊന്ന് യുദ്ധം ചെയ്ത് തോൽപ്പിച്ചിട്ട് വേണമെന്ന്. അദ്ദേഹം നേരെ വന്നിരുന്നെങ്കിൽ ഞാൻ യുദ്ധം ചെയ്ത് ഞാൻ തോച്ചു കൊടുത്തേനെ. അങ്ങേര് വേഷം മാറി വന്നു, എനിക്ക് മനസ്സിലായില്ല. ഒരു കാട്ടാളിൻ്റെ വേഷത്തിലാണ് വന്നേ. എന്നിട്ട് പൊരിഞ്ഞ യുദ്ധം. എനിക്കറിയാമോ അത് കാട്ടാളനാന്ന്, ഭഗവാനാന്ന് എനിക്ക് മനസ്സിലായില്ല. കാട്ടാളനാന്ന് വിചാരിച്ച് ഞാൻ കൂട്ടത്തില്ലേ നല്ലത്.
ഇപ്പോഴും ചുമക്കും മഹാദേവൻ ഇടയ്ക്കിടയ്ക്ക്. എൻ്റെ ഇടിയ തല അടിച്ചങ്ങോട്ട് പൊട്ടിച്ചു ഞാൻ. അവിടെ നിന്ന് ഇങ്ങനെ ഒരു ഭാഗത്ത് നിന്ന് ചോര, മറുഭാഗത്ത് നിന്ന് ഗംഗ. ഗംഗ ആരാന്ന് മനസ്സിലായോ? മനസ്സിലായില്ല? മഹാദേവന്റെ കാമുകി. എവിടെ പോകണ്ടോ ഗംഗയെ കൊണ്ടാ പോവുക. അതെ, ഇതൊന്നും അറിയില്ല. പോവാ എവിടെ പോയാലും ഗംഗയെ കൊണ്ടുപോകും. ഒരു ദിവസം ഗംഗയെ കൊണ്ടുപോകാണ്ട് പോയിട്ട് എന്തൊക്കെ ബഹളം ഉണ്ടായെന്ന് അറിയോ? അവിടെ എവിടെ പോകണോ? ഞാൻ പറഞ്ഞതല്ലേ അവിടേക്ക് ആഭരണം എടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പൊ പോകണ്ട. അതെന്താ പോകണ്ടെന്ന്? ഇപ്പൊ പോകണ്ടെന്നല്ലേ പറഞ്ഞേ? അപ്പൊ എന്നെ ഇവിടുന്ന് അന്ന് പോലെ എവിടെ പോയാലും ഗംഗയെ കൊണ്ടുപോവുക. മനസ്സിലായോ? അപ്പോൾ ഞാൻ എന്നെ പറഞ്ഞത്, ആ മഹാദേവന്റെ ശിരസിൽ നിന്ന് ഗംഗ ഒരു വശത്ത് കൂടെ മറുവശത്ത് കൂടെ അടിയുടെ ചോര. അവസാനം മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. അർജുന, എന്നെ തല്ലിക്കൊല്ലല്ലേ, ഞാൻ അസ്ത്രം തരാം. അയ്യോ, മഹാദേവനായിരുന്നോ? അറിയോ? അങ്ങനെ മഹാദേവൻ അനുഗ്രഹിച്ചതെന്താ? പാശുപതം കയ്യിലുള്ള ആളാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങക്ക് സംശയമാണല്ലേ? എന്നാ കേട്ടോളൂ. ശരണുത ശരണുത സർവേ പാണ്ഡുസൂനോ പ്രതിജ്ഞാം സദസി പുനരപത്യം ഭാവി ഭൂമിസുരസ്യ കരധൃത ശരജാവ പാലയിഷ്യാമി നോചേൽ സകല ജനസമക്ഷം സന്നിവേക്ഷ്യേ ഹുദാശം. ഈ ബ്രാഹ്മണന് ഇനി ഉണ്ണി ഉണ്ടാവുമെങ്കിൽ ഞാൻ രക്ഷിക്കും. രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ കയ്യിലുള്ള വില്ലും ശരങ്ങളുമാണ് സത്യം. തീയിച്ചാടി ചാവും. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണന് സമാധാനമായി. അർജുന, ഉറപ്പല്ലേ? പൊക്കോളൂ അങ്ങ്. ബ്രാഹ്മണൻ ഉണ്ണിയുടെ മൃതശരീരം കൊണ്ട് ഇറങ്ങിപ്പോയി. ആ സദസ്സിലിരിക്കുന്നുണ്ട് സാക്ഷാൽ ഭഗവാൻ. ഒന്ന് നോക്കിയില്ല, ഒന്ന് മിണ്ടിയില്ല. കൃഷ്ണ, ഞാൻ പോട്ടെ കേട്ടോ എന്ന് പറയണ്ടേ അല്ലേ? നമ്മൾ തമ്മിൽ ഇത്രയും നേരമായിട്ട് ഇത്രയും ലോഹിയായിട്ടുള്ളൂ അല്ലേ? എന്നാലും ഞാൻ പോകുമ്പോൾ കാണാട്ടോ അല്ല, ആ ലോഹ്യം പോലും ഉണ്ടായില്ല. പോട്ടെ, ബ്രാഹ്മണൻ അങ്ങനെ ചെയ്തു. പോട്ടെ, ബ്രാഹ്മണൻ അങ്ങനെ ചെയ്യാം. ഉണ്ടായ ഉണ്ണികളൊക്കെ മരിച്ചിട്ട് അങ്ങേര് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അർജുനൻ്റെ കഥ അതാണോ? ഈ അർജുനനെ അർജുനനാക്കിയതാരാ അല്ലേ? ഈ വിലാളി വീരനായ പാർത്ഥനെ ഇങ്ങനെ ആക്കിയത് ആരാ? ആ ഗോവിന്ദനെ കുറിച്ച് വല്ല വിചാരമുണ്ടോ ഈ വിജയന്? ഉണ്ടോ? അല്ലേ? കാര്യം പൊട്ടത്തരാണ് ഗോവിന്ദൻ പറയണേ. എന്നാലും കൊണ്ട് നടക്കണില്ല അങ്ങേര്. അങ്ങേരുടെ സ്ഥാനത്ത് വല്ലവരുമാണെങ്കിൽ പണ്ടേ വലിച്ചെറിഞ്ഞ് പോണ്ടതല്ലേ? എന്തൊക്കെയുണ്ട്. എന്നിട്ടും ആ കൃഷ്ണനെ തിരിഞ്ഞു നോക്കാണ്ട് സഭേനെ ഇറങ്ങി അങ്ങോട്ട് പുറപ്പെട്ടു അർജുനൻ. ഭഗവാൻ ഒന്ന് നോക്കിയാൽ മുഖത്തേക്ക്. പിന്നെ ഭഗവാൻ ഇതൊക്കെ ശീല. നമ്മളൊക്കെ അങ്ങനെയല്ലേ പതിവ് അല്ലേ? എന്തെങ്കിലും അപകടം പറ്റിയാൽ ഞാനും ഇങ്ങനെയാക്കി തീർത്തൂലോ, പരീക്ഷിച്ച് മതിയായില്ലേ അല്ലേ? ഭഗവാന് പരീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ഗുരുനാഥന് ശിഷ്യൻ എന്തൊക്കെ ചെയ്യുന്നറിയാം അല്ലെ? എത്രയൊക്കെ കാട്ടുള്ളൂ എന്നറിയാം. ഭഗവാൻ അറിയാം. ഭഗവാൻ പരീക്ഷിക്കണതൊന്നുമല്ല, നമ്മുടെ കയ്യിലിരിപ്പിൻ്റെ ഗുണം. മനസ്സിലായോ? കർമ്മഫലം അതായി അനുഭവിക്കണേ. എന്നാലും എന്നോട് ഇങ്ങനെ പരീക്ഷിച്ച് മതിയാ. പരീക്ഷിക്കാനൊന്നുമില്ല, അങ്ങേർക്ക് അറിയണതാ. തോന്നിവാസം കാട്ടാണ്ട് കഴിച്ചു കൂട്ടിയാൽ അടുത്ത ജന്മെങ്കിലും നേരെയാവാം. കേൾക്കണ്ടോ? അങ്ങോട്ട് നോക്കണ്ട, നിന്നോടാ പറഞ്ഞത്. ഞാൻ തോന്നിവാസമൊന്നുമില്ല, ഞാൻ നേരാവണ്ണൊക്കെ. കേൾക്കണില്ലേ നീ? നിന്നോട് കൂടിയാ പറഞ്ഞ, പുറകിലിരിക്കുന്ന ആളോട്. അവനോട് പിന്നെ പറയണ്ട, അവൻ എടുക്കണ കണ്ടാൽ തന്നെ തിരിഞ്ഞു നോക്കാൻ. തിരിഞ്ഞു നോക്കടാ കിണ്ടിമുക്ക. അപ്പോൾ എന്തായി? ആ ബ്രാഹ്മണൻ അവിടുന്ന് ആ ഉണ്ണിയുടെ മൃതശരീരം കൊണ്ട് തന്നെ വരുമ്പോൾ ബ്രാഹ്മണൻ്റെ ഭക്തി അവിടെ കാത്തു നിൽക്കേണ്ടി വരിക. ആ മുഖത്ത് സന്തോഷമായിട്ടാണ് വരണതേ. അപ്പം നിരീച്ചെന്താ? ഈ ഉണ്ണിയുടെ ജീവൻ തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുന്ന ഓടിയാണ്. ബ്രാഹ്മണൻ ഉണ്ണിയുടെ ജീവൻ തിരിച്ചു കിട്ടിയോ? ഇപ്പം കിട്ടിയിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ കിട്ടുമോ? അതുമില്ല. പിന്നെ എന്താ അത്ര സന്തോഷം? ഇനി ഉണ്ണി ഉണ്ടായാൽ രക്ഷിക്കാമെന്ന് പറഞ്ഞു. ഭഗവാനോ? ഭഗവാനൊന്നുമല്ല. പിന്നെ ആരാ പറഞ്ഞേ? അർജുനൻ. അതും കേട്ടിങ്ങോട്ട് പോന്നോ? നീ വിചാരിക്കണ പോലെ ആളല്ല അർജുനൻ, അറിയോ? അയാളെ പോലെ ശക്തനായിട്ട് ഭക്തനായിട്ട് ത്രൈലോക്യ സുന്ദരനായിട്ട് ലോകത്ത് ആരുമില്ല. അങ്ങോട്ട് ആരാ പറഞ്ഞേ? അവൻ തന്നെയാ പറഞ്ഞത്. എന്ത്? അവൻ കേമനാന്ന്. കഷ്ടം. നീ പറഞ്ഞാൽ കേൾക്കാ മുഴുവൻ.
അങ്ങനെ ഇനി രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ തീ ചാടി ചാവാന്ന്. അയ്യോ, ഒന്ന് ചെന്ന് വിളിക്കൂട്ടോ, പാവം തീ ചാടി ചാവാൻ പോകുന്നതുണ്ട്. വരിയിരിക്കും അല്ലേ? വരില്ലേ? പോയോ? പോണെങ്കിൽ പോട്ടെ, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല. അത്രയേ ഉള്ളൂ, കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. ആരിൽ പോയാലേ വരാണ്ടിരിക്കില്ല. ആരോ വിളിച്ചപ്പോൾ അങ്ങോട്ട് പോയി എന്നല്ലാണ്ട്. അതെ ബടേ, ഞാൻ വിളിക്കണേ കേൾക്കണില്ല, ബാക്കിയുള്ളവർ വിളിക്കണമൊക്കെ കേൾക്കണുണ്ട്. പക്ഷെ അർജുനൻ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഉണ്ണി ഉണ്ടായാൽ രക്ഷിച്ചോളാം, ഇല്ലെങ്കിൽ തീ ചാടി ചാവെന്ന് പറഞ്ഞു. നന്നായി. അത് അർജുനൻ തീ ചാടി ചാവണതോ? അതല്ല, ഈ സ്ത്രീകളുടെ ഒരു മനസ്സ് കണ്ടോ, തീ ചാടി ചാവണം നന്നായി എന്ന്. അതെന്താ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവില്ല, പുരുഷന്മാർക്ക് മനസ്സിലായിണ്ടാവില്ല. കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ ഇരട്ടി ബുദ്ധിയുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയണതല്ല, ഗവേഷകന്മാർ പറയണതാണ്. കുരുട്ട് ബുദ്ധി അവർക്കാ. ഒരു ഉദാഹരണം ഞാൻ പറയാം. പണ്ടൊരു 9 വയസ്സുള്ള കുട്ടി ബ്രഹ്മാവിനെ തപസ് ചെയ്യാൻ പോയി. ഏറ്റവും വൈകി പ്രത്യക്ഷപ്പെടുന്ന ആൾ അങ്ങേര്. ആൾ ചത്തട്ടേ പ്രത്യക്ഷപ്പെടുള്ളൂ. ആ കുട്ടിക്ക് 99 വയസ്സായപ്പോൾ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്താ വേണ്ടേ? ഇനിയൊന്നും വേണമെന്നില്ല. ഇനിയിപ്പോൾ എന്ത് കിട്ടിയിട്ട് എന്താ കാര്യം? 9ാമത്തെ വയസ്സ് തപസ് ചെയ്യാൻ 99 ആയപ്പോൾ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. അല്ല, അങ്ങനെയല്ല, ഞാൻ തരാം. അങ്ങ് വന്നൂലോ, അത് തന്നെ സന്തോഷമായി. ഞാൻ കാണാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ അധികം കാലമൊന്നുമില്ല, അതെനിക്ക് മനസ്സിലായി. 99 ആയില്ലോ. അതല്ല, ഒരു വരം തരാം. എന്താ വേണ്ടേ? അല്ല, അങ്ങനെയില്ല, ഞാൻ ഇപ്പോൾ ഒരാളെ അനുഗ്രഹിച്ചിട്ട് വരും. അതാ പോണേണ്ടോ? 10ാമത്തെ വയസ്സിൽ എന്നെ തപസ് ചെയ്യാൻ വന്നതാ, ഇതാ പോണത്. ഇപ്പോഴാണ് ഞാൻ അനുഗ്രഹിച്ച് വിട്ടിട്ടേ ഉള്ളൂ. എന്താ വേണ്ടേ? ഒരു വരം തരാം, ഒരെണ്ണം മതി. എന്താ അത്? എൻ്റെ 4ാമത്തെ തലമുറയിലെ കുട്ടി സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഉണ്ണണ കാണണം. ഒരു വരം മേടിച്ചുള്ളൂ. അപ്പോൾ എന്തായി? ഈ 99 വയസ്സുള്ള മുത്തശ്ശിക്ക് ചെറുപ്പമാവണം, അതിൻ്റെ കല്യാണം കഴിയണം, അതിന് കുട്ടി ഉണ്ടാവണം, അതിന് കുട്ടി ഉണ്ടാവണം, അതിന് കുട്ടി ഉണ്ടാവണം. ഈ 4 തലമുറ കഴിയണ വരെ ഈ മുത്തശ്ശിക്ക് ആയുസ്സുണ്ടാവണം. അവർ സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഉണ്ണണമെങ്കിൽ ധനം ഉണ്ടാവണം. ഒറ്റ വരം മതി. ഇപ്പം എന്താ ഈ അർജുനൻ ചത്താൽ നന്നായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? അർജുനൻ മരിച്ചാൽ, തീ ചാടി മരിച്ചാൽ എന്താ സംഭവിക്കുക? അർജുനൻ്റെ ഭാര്യ വിധവയാവും. ഇല്ലേ? ആരാ അർജുനൻ്റെ ഭാര്യ? ഒരാള് കൃഷ്ണൻ്റെ സഹോദരി സുഭദ്രയാ. അപ്പോൾ ഭഗവാൻ വിചാരിക്കുക എൻ്റെ സഹോദരി വിധവയായിക്കോട്ടെ വിചാരിക്കുക. വാ, അപ്പം എന്ത് ചെയ്യും? കൃഷ്ണൻ രക്ഷിക്കും. പക്ഷെ അത് കൃഷ്ണന് മനസ്സിലായിട്ടില്ല കേട്ടോ, പാവം. അർജുനന് മനസ്സിലായിട്ടില്ല, ബ്രാഹ്മണന് മനസ്സിലായിട്ടില്ല. മനസ്സിലായ 3 പേരുണ്ട്. ആരാ? കൃഷ്ണൻ്റെ പത്നിക്ക് മനസ്സിലായിട്ടുണ്ട്, അർജുനൻ്റെ പത്നിക്ക് മനസ്സിലായിട്ടുണ്ട്, ബ്രാഹ്മണൻ്റെ പത്നിക്കും. അതാ ഞാൻ പറഞ്ഞത്, നമുക്ക് പലതും അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ ഭവനത്തിൽ ഈ അടുക്കളയോട് ചേർന്നൊരു വാതിലുണ്ടോ? എന്തിനുള്ളതാ? ഒറ്റ പുരുഷന്മാർക്ക് അറിയില്ല. ആലോചിച്ച് നോക്കൂ, ഇല്ലേ? അങ്ങയുടെ ഭവനത്തിൻ്റെ അവിടെ അടുക്കളയുടെ ഒരു വാതിൽ സ്ത്രീകൾക്കറിയാം. എന്തിനുള്ളതാ? അതിഥി കാണാതെ തെണ്ടാൻ പോകാനുള്ള വഴി അടുക്കള വാതിൽ. അവിടെ ഒരെണ്ണം വെക്കണം, വെച്ചിട്ടുണ്ട്. ഇപ്പോഴും അറിയില്ല നമുക്ക് എന്തിനാണ്, അല്ലേ? വല്ല അതിഥിയും വന്നാൽ ഇവിടെ ഈ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി പോയി വല്ലതും തെണ്ടിക്കൊണ്ടിരും അടുത്ത ഭവനത്തിൽ നിന്ന്. അട്ടുചായപ്പുറത്തിനെ കെട്ടി എടുത്തേക്ക് വലിയ കൊടുക്കാണ്ടോ ആ പറഞ്ഞത്. അപ്പം ഇവിടെ എന്താ വരം? ഈ വരം കിട്ടി, സമാധാനമായി. നാട്ടിൽ വാർത്ത വരുന്നു, ആ ബ്രാഹ്മണൻ്റെ ഉണ്ണിയെ രക്ഷിക്കുക എന്ന്. ആരേറ്റണ്ട? അർജുനൻ ഏറ്റണ്ടെന്നാ. കാലം കുറച്ച് കഴിഞ്ഞു പോയി. ആ ബ്രാഹ്മണൻ്റെ പത്നി വീണ്ടും ഗർഭിണിയായി. ഭാഗ്യമുണ്ടായി അതിനുള്ള. ആ വാർത്ത അറിഞ്ഞു, ബ്രാഹ്മണൻ ഓടി അർജുനൻ്റെ അടുത്തേക്ക്. അർജുന, ഇത് ആരാത്? എന്നെ മനസ്സിലായില്ലേ? ഇല്ലേ? എന്നെ കണ്ടോ? മുമ്പ് കണ്ടോ? കണ്ടോന്ന് തല കുലുക്കോ? ഇത് തല കുലുക്ക. തല കുലിക്കാൻ 2 അർത്ഥമുണ്ട്. കണ്ടോ? കണ്ടിട്ടില്ല എന്നായി. കണ്ടോ? കണ്ടോന്നായി. കണ്ടോ? ഇങ്ങനെ ആരെ കണ്ടോ? ഒക്കെ തല കുലിക്കാവോ? കണ്ടോ? കണ്ടിട്ടില്ല. ബ്രാഹ്മണൻ അങ്ങേ ഞാൻ കണ്ടിട്ടില്ല പറയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, സത്യപ്രതിജ്ഞ. അതാ പറഞ്ഞേ. എത്ര കാലമായി പോയിട്ട്? ഇപ്പോഴാണോ വരണത്? ഇരിക്കോ.
എന്താ വിശേഷം? എനിക്ക് വിശേഷമൊന്നുമില്ല. പിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വിശേഷമുണ്ട്. ആഹാ, എന്താ ഭാര്യയുടെ വിശേഷം? അതല്ല, ഭാര്യയ്ക്ക് വിശേഷമുണ്ട്. എന്താ വിശേഷം? എന്താ വിശേഷം ഉണ്ടെന്ന്? കുടവയറോ? സൂക്ഷിക്കണം കേട്ടോ. ഓടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ കുറേ കാലം ഓടിയതാ. ഓടുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓടുന്ന ആൾക്കാർക്കൊക്കെ കുടവയറുണ്ട്. അപ്പോൾ എനിക്ക് സംശയമായി, ഇനി ഓടിക്കൊണ്ടാണോ ഇത് വരണത് എന്ന്. ഈ ഓടണവർ ആരുടെയും വയറ് കുറയണില്ല. ഇത് ഓടുമ്പോൾ ഇങ്ങനെ ചാടി ചാടി ഇതിന് വികാസം കൂടും. ഞാൻ നിർത്തിയപ്പോൾ കുറച്ച് ഭേദമായി. ചില ആൾക്കാർ വയറ് നിറയാൻ വേണ്ടി ഓടും, ചിലർ വയറ് കുറയാൻ വേണ്ടി ഓടും അല്ലേ? ഞാൻ ഓടണ എന്തിനാ? വയറ് നിറയാനാ. അല്ലെങ്കിൽ ഈ പൊട്ടന്മാരുടെ മുമ്പിലൊന്നും നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക്? ഇവിടെ നിന്ന് വല്ലതും കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ അല്ലേ? വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും വേണ്ടില്ല, നമ്മുടെ സ്ഥലം ആ മോഹം കൊണ്ടാ. അപ്പോ എന്തേ പറഞ്ഞത്? പത്നിക്ക് അതല്ല, പത്നിക്ക് ഗർഭമുണ്ട്. ആഹാ, അങ്ങല്ലേ പറഞ്ഞേ? ഉണ്ണി ഉണ്ടായാൽ രക്ഷിച്ചോ? ഞാൻ ഏറ്റു, ഞാൻ പോവല്ലേ. ഇപ്പൊ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ? പ്രസവകാലമാകുമ്പോൾ അറിയിക്കൂ, ഞാൻ വരാം. ദാ പ്രസവകാലമായി, അർജുനെ അറിയിച്ചു. അർജുനൻ വന്നു, ശരങ്ങളെ കൊണ്ട് ഒരു പ്രസവ ഗ്രഹം ഉണ്ടാക്കി. ആ ശരത്തിമ മുഴുവൻ എഴുതിയിട്ടുണ്ട്. അർജുനൻ, ഫൽഗുനൻ, ജിഷ്ണു, കിരീടി, ശ്വേതവാഹനൻ, ബീഭത്സു, വിജയൻ, പാർത്ഥൻ, ശരങ്ങളും എഴുതിയിട്ടുണ്ട്. അവിടേക്കാണ് പ്രവേശിപ്പിച്ചത്. അർജുനൻ ആവനാഴിന്ന് ശരങ്ങളെടുത്ത് നിൽക്കുക. ആരാ ഇങ്ങോട്ട് വരണേ കാണട്ടെ എന്ന് പറഞ്ഞിട്ട്. ഈ ഉണ്ണിയെ കൊണ്ടവൻ ഒരു കാലം വരുമെങ്കിൽ കാണണ്ടേ? കാലകാലനായ മഹാദേവന്റെ കയ്യിൽ നിന്ന് പാശുപതം വാങ്ങിയ ആളാണ് ഞാൻ. തൊടുത്ത് അവിടെ നിന്നു. ആ ഇല്ലത്തിൻ്റെ മുറ്റത്ത് മുഴുവൻ ആളുകൾ അങ്ങനെ നിറഞ്ഞു. നാരായണ 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 ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രസവഗൃഹത്തിൽ നിന്ന് കരച്ചിൽ കേട്ടു. എന്നാ ഉണ്ണിയുടെ കരച്ചിലല്ലേ? അല്ല, ബ്രാഹ്മണൻ്റെ പത്നിയുടെ കരച്ചിലാണ് കേട്ടത്. കഷ്ടം. അത് കേട്ടോടുകൂടി അമ്മമാരൊക്കെ അകത്തേക്ക് പ്രവേശിച്ചു. അവരെല്ലാം തിരിച്ചു വന്നു. ഉണ്ണിയുടെ ശവം പോലും കാണാനില്ല എന്നാ. ബ്രാഹ്മണന് ദേഷ്യം അങ്ങോട്ട് സഹിച്ചില്ല. കൊള്ളരുതാത്തവനെ അർജുന, നീയ പറഞ്ഞത് കേൾക്കാൻ പോയി. എൻ്റെ ഭഗവാനെ, ഞാൻ മറന്നതിൻ്റെ ഫലം. പോയി ചാവ്, നീയല്ലേ ചാവാന്ന്, പോയി ചാവണ. അർജുനൻ എന്താ വേണ്ടതെന്ന് ഇനി വീണ്ടും അവിടെ കയറി നോക്കണ്ട. എത്ര ആൾക്കാർ പോയി നോക്കിയിട്ട് കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ കാണാണ്ടാവാൻ താക്കോലൊന്നും ഇല്ലല്ലോ. എവിടെയാ പോയ? ഉണ്ണിയെ കാണാണ്ടായേക്കണം അല്ലേ? അർജുനൻ സകല ലോകങ്ങളിൽ അന്വേഷിച്ചു, എവിടെയും ആ ഉണ്ണിയെ കാണാൻ കിട്ടിയില്ല. യമലോകത്ത് ചെന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലാന്ന് പറഞ്ഞു. മഹാദേവൻ്റെ അടുത്ത് കൈലാസത്തിൽ ചെന്നു. മഹാദേവ, ഞാൻ കഥയൊക്കെ അറിഞ്ഞു, ഞാൻ കൊണ്ടുവന്നിട്ടില്ല അങ്ങോട്ടൊന്നും. അവസാനം തീ ചാടി മരിക്കാൻ പുറപ്പെട്ട അർജുനൻ ആ ഗംഗയിൽ അവസാന സ്നാനത്തിന് ചെന്ന് ആ ഗംഗയിൽ അങ്ങ് മുങ്ങി. നാരായണ ഹരേ കൃഷ്ണ വാസുദേവ ഭഗവാനെ നാരായണ. ആ ഗംഗയിൽ മുങ്ങുമ്പോൾ മനസ്സിലങ്ങ് വിചാരിച്ചേ, ഭഗവാന്റെ കൂടെ ഗംഗയിൽ മുങ്ങിൻ്റെ മുമ്പ് അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കൃഷ്ണനോട് ചോദിക്കുകയും ചെയ്തു, ഈ ഗംഗയുടെ പ്രത്യേകത എന്താ? അപ്പം അന്ന് ഭഗവാൻ പറഞ്ഞെന്താന്നോ? ഭക്തൻ, നിന്നെപ്പോലുള്ള ഭക്തന്മാർ മുങ്ങുന്നത് കൊണ്ട് ഗംഗ പവിത്രയായിരിക്കണു. ഇപ്പോൾ ദുഷ്ടനായ ഞാൻ മുങ്ങിയത് കൊണ്ട് ഈ ഗംഗ അപവിത്രയായോ? ആയിക്കോട്ടെ, ഞാനല്ലേ ദുഷ്ടനായിട്ടുള്ളൂ. ഇനി മഹാത്മാക്കൾ മുങ്ങി ഈ ഗംഗയെ പവിത്രമാക്കട്ടെ. ആ ഗംഗയിൽ നിന്ന് മുങ്ങി എഴുന്നേറ്റു. തീ ഇങ്ങനെ കത്തുണ്ട്. പട്ടട കൂട്ടിയിട്ടാണ് പോന്നേക്കണതേ. നമ്മളൊക്കെ മരിച്ചാൽ അതിനൊക്കെ ആൾക്കാരുണ്ട് അല്ലേ? മിണ്ടാണ്ട് ഇങ്ങനെ കിടന്നാൽ മതി. ആൾക്കാരെടുത്തുകൊണ്ട് പോകുകയും നല്ലൊരു മനുഷ്യനെ 2 ദിവസം കഴിഞ്ഞാൽ കഴിഞ്ഞു. അർജുൻ അതിനെ ബുദ്ധിമുട്ടിക്കേണ്ടാതെ തീരുമാനിച്ചു. അദ്ദേഹം തന്നെ പട്ടട കൂട്ടിയിട്ടാണ് പോന്നേ. അവിടെ ഞങ്ങൾ ചെന്നു. ആ പട്ടടയ്ക്ക് ഇങ്ങനെ പ്രദക്ഷിണം വെച്ചു. ഹരേ കൃഷ്ണ, ഓം കൃഷ്ണായ നമ, ഗോവിന്ദായ നമ, ഗോപീജനവല്ലഭായ നമ. ഹരേ
താൻ എന്തെങ്കിലും അബദ്ധം പ്രവർത്തിച്ചോ പടേ? അതാ ആലോചിച്ചതേ. എന്തെങ്കിലും മറന്നോ ഞാൻ ഇവിടെ ചെയ്യേണ്ടത്? മറന്നു. എന്താ ഞാൻ മറന്നത്? ഈ ലോകത്തൊരിക്കലും മറക്കാൻ പാടില്ലാണ്ട് ഒന്നുണ്ട്, അതാ ഞാൻ മറന്നത്. എന്താ മറക്കാൻ പാടില്ലാത്തത്? ഭഗവാന്റെ പാദപത്മങ്ങൾ. അവിസ്മൃതി ശ്രീധരപാദ പത്മയോ. ഭഗവാന്റെ പാദങ്ങളെ മറക്കാൻ പാടില്ലാണ്ടേ ഉള്ളൂ. അത് മാത്രം ഞാൻ മറന്നു. കൃഷ്ണ, ഇനി ഭൂമിയിൽ ജീവിക്കാൻ ഞാൻ അർഹനല്ല. ബ്രാഹ്മണനോട് ചെയ്ത സത്യം കൊണ്ടല്ല ഞാൻ മരിക്കണത്. എൻ്റെ കൃഷ്ണനെ ഞാൻ മറന്നില്ലേ? ഇനി എന്തിനാ ഞാൻ ഇവിടെ ജീവിക്കണേ? ഞാൻ തീ ചാടി മരിക്കുക. കൃഷ്ണ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അന്ന് കൃഷ്ണ അവിടുത്തെയുടെ നാമം ചൊല്ലിക്കൊണ്ട് നാട് മുഴുവൻ നടക്കാൻ, അവിടുത്തെയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ നടക്കാൻ ഒരു ജന്മം അടിയന് തരണേ. ഭക്തനാക്കണ്ട, ശക്തനാക്കണ്ട. കൃഷ്ണ ഹരേ നാരായണ ഗോപീജനവല്ലഭ വാസുദേവ കൃഷ്ണ എന്ന് പറഞ്ഞ് ആ തീയിലേക്കൊരു ചാട്ടം അർജുനൻ. തീയിലേക്ക് അർജുനൻ വീഴുന്നതിന് മുമ്പ് ആരോ കടന്നു പിടിച്ചു അർജുനനെ. പിടിച്ചങ്ങനെ മറച്ചിട്ടു കരക്കിലേക്ക്, തീയിൻ്റെ മുമ്പിൽ നിന്ന്. ആരാ തന്നെ രക്ഷിച്ചതെന്നറിയാൻ ആ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോ കസ്തൂരി തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ജഗലയൻ കണ്ഠേ ച മുക്താവലീ ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി. ഭഗവാനെ കണ്ടു. ഭഗവാന്റെ മാറത്തേക്ക് ചേർത്ത് പിടിച്ചു അർജുന. അർജുന, എവിടെ പോകുമ്പോഴും എന്നെ വിളിക്കണതല്ലേ നീ? ഇപ്പം എന്നെ അങ്ങോട്ട് മറന്നൂലേ? ഇനി ഒരു പക്ഷേ ഈ തീയിച്ചാടി മരിക്കേണ്ടി വന്നാൽ എൻ്റെ ശരീരം മുഴുവൻ കത്തിക്കരിഞ്ഞിട്ട് നിന്റെ രോമം പോലും കത്തുള്ളൂ. അറിയാം? വിഷമിക്കൊന്നും വേണ്ട. വരുമോ? കൈ കെട്ടിയിരിക്കേണ്ട എൻ്റെ കൂടെ വരാൻ വരും. തേരിൽ പിടിച്ചാണ് കയറ്റി നേരെ ഞങ്ങൾ പുറപ്പെട്ടു. പ്രാപ്തോ വൈകുണ്ഠലോകം, വൈകുണ്ഠത്തിലേക്കാണ് ചെന്നു. അപ്പോൾ ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും അങ്ങാപ്പുറം ഇങ്ങാപ്പുറം ഇരിക്കേണ്ട, മഹാവിഷ്ണുവിനെ കിടക്കേണ്ട 10 ഉണ്ണികളുണ്ട് അവിടെ. 1 2 3 4 5 6 അവിടെ ഉണ്ടായിരുന്നു അല്ലേ? 7 8 9 10 പേരുണ്ട്. അദ്ദേഹത്തിന് ആ ബ്രാഹ്മണൻ്റെ ഛായ കിട്ടിയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവനെ പറയണ്ട, ഇത് അതേ ഛായ. അദ്ദേഹത്തിന് മാത്രം മുത്തശ്ശൻ്റെ ഛായ അത്ര ഭംഗിയായില്ല. അത് ഇതും കൂടി ആ അച്ഛൻ്റെ ഛായ കിട്ടിയ എത്ര നന്നായ. വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അതിപ്പോൾ എല്ലാവർക്കും കിട്ടുമൊന്നുമില്ല കേട്ടോ. എന്നാലും അങ്ങക്ക് നല്ല ബുദ്ധിയില്ലേ ഇല്ലേ? എല്ലാം കൂടി തരില്ല. അല്ല, ഇത് കൂട്ടത്തിൽ പെട്ടതല്ല. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് പ്രായം, ഇത്രയും പ്രായം വരേണ്ട കാര്യമില്ലല്ലോ. അതാ ഉണ്ണികളുടെ കൂട്ടത്തിൽ പെട്ടതല്ല. 10 ഉണ്ണികളുണ്ട്. പക്ഷേ ഈ 10 ഉണ്ണികളും അർജുനൻ്റെ അല്ല ബ്രാഹ്മണൻ്റെ എന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഉണ്ണിയെ കാണാനില്ല. ഒരിടത്ത് വന്നപ്പോൾ അവിടെ ഒരാൾ ഉണ്ണിയെ കൊണ്ട് എൻ്റെ ഉണ്ണി പറയാൻ പറ്റുമോ? ശ്രീകൃഷ്ണൻ്റെ സൂത്രം പറഞ്ഞു, ഹേയ് അങ്ങക്ക് 10 ഉണ്ണികളുണ്ടായി ഇല്ലേ? എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ നാരായണ. ഭഗവാൻ തിരിച്ചൊരു ചോദ്യം അങ്ങോട്ട്. അങ്ങ് 16,008 വെളി കഴിച്ചു എന്ന് കേട്ടു. ഒരെണ്ണത്തിനെങ്കിലും എന്നെ ക്ഷണിച്ചോ? നമുക്കൊക്കെ പറ്റാറുണ്ടത് അല്ലേ? എന്നാലും പറ്റിയില്ല, മറന്നുപോയി. അടുത്ത വേളിക്ക് എന്തായാലും ഞാൻ വിളിക്കും. പറ്റുമോ നമുക്ക് അങ്ങനെ പറയാം? കൃഷ്ണൻ അങ്ങനെ ഉണ്ടായി. 16 എന്നിട്ട് വിളിച്ചിട്ടില്ല എന്നാ, പിന്നെ ഒന്നും മിണ്ടിയില്ല. 10ാമത്തെ ഉണ്ണിയാണോ കൊണ്ടുപോകണേന്ന് തോന്നുന്നുണ്ട്. കണ്ടോ? കണ്ടില്ലേ? ആരാവണേ കൊണ്ടുപോക്കോളൂ. ആ ബ്രാഹ്മണൻ്റെ ഉണ്ണികളെ മുഴുവൻ
അവിടെ തന്നേച്ചു. ആ ഉണ്ണികളെ മുഴുവൻ തേരിലേറ്റി ഭഗവാൻ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ തേരിനെ തളിക്കണത് കൃഷ്ണനാ. തേരിൽ ഉണ്ണിയെ കൊണ്ടിരിക്കുന്നുണ്ട്. 10ാമത്തെ ഉണ്ണി അർജുൻ്റെ കയ്യിൽ, ബാക്കിയുള്ളവരൊക്കെ തേരിലുണ്ട്. വാഹനം നല്ല വേഗത്തിലാണ് പോണത്. പതുക്കെ ചാടിയിട്ടാ പോണത്. നമ്മളൊക്കെ നല്ല വേഗത്തിൽ ഓടിക്കും, ഇവരൊക്കെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് ആലോചിക്കണം അല്ലേ? പതുക്കെ, എന്ത് പതുക്കെ, നല്ല വേഗത്തിലാണ് പോവുക. ഇവിടെ അർജുനന് മനസ്സിലായി ആ വിഷമം. ഒന്ന് പതുക്കെ. അധികവും വിമാനത്തിൽ പോണ പോലെയാ, വായുവിലാണ് ഉണ്ടാവുക, ചാട്ടം കൊണ്ടേ അല്ലേ? നമ്മുടെ വഴികളൊക്കെ എത്ര മനോഹര, വേറെ ഏതോ രാജ്യമാണെന്നാ തോന്നുന്നതൊക്കെ ചെല്ലു പറഞ്ഞു കേട്ടു അല്ലേ? ഇവിടെ ആ രഥം ഓടി എങ്ങനെയോ ബ്രാഹ്മണന്റെ ഇല്ലത്തിൻ്റെ അവിടെ എത്തി. ആ തേരിന്ന് 10 ഉണ്ണികളെ, ഓരോ ഉണ്ണികളെ തന്നെ ഇറക്കുക. ഭഗവാനെ കണ്ടോടുകൂടി കൃഷ്ണ നാരായണ ഗോവിന്ദ മുരാന്തക, അവിടെയുള്ള എല്ലാവരും ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ മൂത്ത ഉണ്ണി പുറത്തേക്കാണ്ട് ഇറങ്ങി. 1ാമത്തെ ഉണ്ണി, ആ ഉണ്ണിയെ കണ്ടപ്പോൾ അച്ഛനൊന്ന് കെട്ടിപ്പിടിക്കണം തോന്നി. കെട്ടിപ്പിടിച്ചില്ല എന്നാ. ഒരു 4 ആളുണ്ടെങ്കിൽ അവനെ ശരിക്കും കെട്ടിപ്പിടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഒരു അരുത്തേത്തുള്ളൂ. ഇത്ര ആരോഗ്യ. അങ്ങനെ 10 ഉണ്ണികളും. 10ാമത്തെ ഉണ്ണിയായപ്പോൾ ഭഗവാൻ കയ്യിലെടുത്ത് താരാട്ടുപാടി അർജുനൻ്റെ കയ്യിലേക്ക് കൊടുത്തു. അർജുനൻ കയ്യിൽ നിന്ന് എടുത്ത് വേഗം ബ്രാഹ്മണന് കൊടുത്തു. ബ്രാഹ്മണൻ്റെ കയ്യിൽ നിന്ന് ബ്രാഹ്മണ ഭക്തി തട്ടിപ്പറിച്ചു. ഉണ്ടായ അപ്പം മരിച്ചത് അമ്മിഞ്ഞ പോലും കൊടുത്തിട്ടില്ല. ആ ഉണ്ണിയനെടുത്ത് താരാട്ടുപാടിയാണ് നിന്നു. സകല ആളുകളും നാരായണനായ ഭഗവാനെയും അർജുനനെയും സ്തുതിച്ചു. ബ്രാഹ്മണൻ തൊഴുതു. ഞാൻ എന്താ ഭഗവാനെ അവിടത്തേക്ക് തരണ്ടേ? ഞാൻ എന്താ ചെയ്യണ്ടേ കൃഷ്ണ? ഞാൻ അങ്ങേ എത്ര ചീത്ത വിളിച്ചു ഓടോ എന്നപ്പോൾ അല്ലേ? സഭയിലിരിക്കണവർ മുഴുവൻ ചീത്ത വിളിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെ ആരെങ്കിലും എൻ്റെ ചീത്ത കേൾക്കാത്തവരുണ്ടോ? ഇതിനെ വരെ ഞാൻ ചീത്ത വിളിച്ചു. പാവം മറ്റും ചിരിച്ചുകൊണ്ടിരിക്കണം. നോക്കൂ, എന്നുള്ള സ്നേഹം കൊണ്ട്. സ്നേഹം കൊണ്ടൊന്നുമല്ല, ഇവിടെ നിന്ന് എണീറ്റാൽ ഇനിയും വലുതും പറയുമെന്ന് ഇവിടെ തന്നെ ഇരുന്നേക്കാം അല്ലേ? കൃഷ്ണ ഞാനൊന്ന് നമസ്കരിക്കട്ടെ. ഭഗവാൻ പറഞ്ഞു, അരുത്, എന്നെ നമസ്കരിക്കണ്ട. എന്നെ എൻ്റെ ഭക്തന്മാർ നമസ്കരിക്കണത് എനിക്കിഷ്ടല്ല. കേട്ടില്ലേ? ഭഗവാനെ നമസ്കരിക്കണം ഭഗവാൻ ഇഷ്ടമല്ല എന്ന്. നമ്മളൊക്കെ എന്നും നമസ്കരിക്കാറുണ്ടല്ലേ? നമുക്ക് നമസ്കരിക്കാം. കാരണം എന്താ? ഭഗവാൻ എന്താ പറഞ്ഞേ? എൻ്റെ ഭക്തന്മാർ എന്നെ നമസ്കരിക്കണം എനിക്ക് ഇഷ്ടമല്ലാതാ. നമ്മളൊക്കെ ഭക്തന്മാരാന്ന് ഇവിടെ ആരാ പറഞ്ഞേ? നേരെ അങ്ങോട്ട് ചെല്ലുകത്തേക്ക്. അവ ചെല്ലുമ്പോൾ തന്നെ ഭഗവാൻ നടയടയ്ക്കും. ആ കുരുത്തം കെട്ടുകൾ വരുന്നുണ്ട്, അടച്ചോ നട അപ്പോഴും പറ്റാറില്ലേ അങ്ങനെ പലപ്പോഴും? നമ്മൾ ചെല്ലിയ നടയടയ്ക്കും അല്ലേ? ഭഗവാനോട് ശാന്തിക്കാരനോട് പറഞ്ഞ അടച്ചോ, നമ്മളോ അപ്പം തന്നെ ഇങ്ങോട്ട് പോരും. എൻ്റെ ഭവനത്തിൽ ചെന്ന് പറയും, ഞാൻ ചെല്ലിയ നടയടയ്ക്കോ ഒരുമിച്ചായിരുന്നു. ഇന്ന് ഭഗവാൻ എന്നെ കാണാൻ യോഗമില്ല. അല്ല, ഭഗവാനെ കാണാൻ എനിക്ക് യോഗമില്ല എന്നല്ല അല്ലേ? അങ്ങനെയല്ലേ പതിവ്? എന്നിട്ട് പ്രാർത്ഥിക്കുക എന്താ? എന്നെ പരീക്ഷ ജയിപ്പിച്ചാൽ പട്ടുകോണകം തരാം. അങ്ങേർക്കൊന്നുമില്ലല്ലോ പാവം. ഇതിനെ ജയിപ്പിച്ചിട്ട് വേണം പട്ടുകോണം കൊടുക്കാൻ. എൻ്റെ മോളുടെ വെയിൽ നടത്തി തന്നാൽ ഞാൻ ഇവിടെ വന്ന് തൊഴുതൊരു മാല തരാം, തുളസി മാല. ഇത്ര നീളം ഉണ്ടാവുകയുള്ളൂ. പൂജ കഴിഞ്ഞാൽ പുറപ്പെടുകയും അവിടെ പോവാ. മറ്റേ കുട്ടിയുടെ വേളി നടത്തി കൊടുത്തപ്പോൾ തുളസി മാല തരാമെന്ന് പറഞ്ഞ് കിട്ടുമോ നോക്കാൻ പോവും. ഇതിനൊക്കെ ഭക്തന്മാരെന്നല്ല പറയുക, വ്യാപാരികൾ എന്നാ പറയുക. ഇത് തന്നാൽ അത് തരാം, അത് തന്നാൽ ഇത്. വ്യാപാരല്ലേ? ഭക്തൻ അങ്ങനെയാണോ? ആണോ? ഭഗവാന്റെ ഭക്തനായിരുന്നു ആ ബ്രാഹ്മണൻ. ബ്രാഹ്മണൻ നമസ്കരിക്കണം ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. തൊഴുതു. ഞാൻ എന്താ വേണ്ടതെന്നാ? ഒന്ന് അനുഗ്രഹിച്ചാൽ മതി എന്നാ. ആ അർജുനനെയും കൃഷ്ണനെയും ഭംഗിയായിട്ട് ബ്രാഹ്മണന്റെ വക അനുഗ്രഹം. ജയിക്കാ ജയിക്കാ കൃഷ്ണ, ജയിക്കാ ഫൽഗുനാ വീര. അർജുന അവിടുന്ന് ജയിക്കട്ടെ. ഞാൻ പറയണ്ട, അങ്ങ് വില്ലാളി വീരനാണ് കൃഷ്ണ. എനിക്കിങ്ങനൊരു വേഷം ഇവിടെ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. സാന്ദീപനി മഹർഷി അങ്ങേ പഠിപ്പിക്കാൻ പുറപ്പെട്ടില്ലേ? വിശ്വഗുരുവല്ലേ ഭഗവാൻ അല്ലേ? എന്നിട്ട് പഠിപ്പിക്കാൻ പോയില്ലേ? എന്താ ഭഗവാൻ അങ്ങനെ ഒരു വേഷം നിശ്ചയിച്ചിട്ടുണ്ടാവും. എൻ്റെ വേഷം അങ്ങനെ നിശ്ചയിച്ചേനെ, ഇങ്ങനെയൊക്കെ നടക്കാനാവും അല്ലേ? അങ്ങനെയാവും. എൻ്റെ വക അനുഗ്രഹമായിക്കോട്ടെ, അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു ഉണ്ണിക്ക് കാത്തിരുന്ന ബ്രാഹ്മണന്, അതാ ഭഗവാൻ,
ഒരു തുള്ളി മഴയ്ക്ക് വേണ്ടി ഒക്കെ വളർത്താൽ വേഴാമ്പലിന് ഒരു വർഷം മുഴുവൻ കൊടുക്കുക. ഒരു തുള്ളി എന്നാ പിടിച്ചോ, അങ്ങനെയല്ല. അതുപോലെ ഈ ഭഗവാൻ ചോദിച്ചതും ചോദിക്കാത്തതൊന്നുമില്ല. ഭക്തന് വാരിക്കോരി കൊടുക്കുന്ന കാരുണ്യ സിന്ധു. ഒരു ഉണ്ണിയെ മോഹിച്ചിട്ട് 10 ഉണ്ണികളെയും ദാനം ചെയ്ത് സന്താനഗോപാലമൂർത്തിയായി വാണതായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങളെ രക്ഷിക്കട്ടെ. കാരുണ്യസിന്ധുവായ തൃക്കാക്കരപ്പൻ്റെ തിരുമുമ്പിൽ കുട്ടിക്കാലം മുതൽ 29ാമത്തെ വർഷമാണിതെന്നാണ് എൻ്റെ ധാരണ. ഈ വർഷവും പരിപാടിക്ക് ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകരോടും പരിപാടി ആദ്യന്തം കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങളോടും മന്ത്രമധുരമായ ശബ്ദമൊരുക്കിയ സൗണ്ട്സിൻ്റെ വിദഗ്ധരായ പ്രവർത്തകരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇത്രയും നേരം മിഴാവ് വായിച്ചത് എൻ്റെ മകൻ യദുകൃഷ്ണനാണ്. യദുകൃഷ്ണൻ്റെ നന്ദി കൂടി നിങ്ങളെ അറിയിക്കുക. ഭഗവാൻ ശ്രീകൃഷ്ണന് ഞാനൊരു കത്ത് എഴുതേണ്ടതുണ്ട് ഒരുപാട് കാലം മുമ്പ്. പ്രിയ കൃഷ്ണനൊരു കത്ത്. അങ്ങ് എന്തേ രാധയെ ഉപേക്ഷിച്ചോ? കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു മറുപടി കിട്ടി. ആ മറുപടിയും കത്തും ഉത്തരവും ചേർന്ന ഒരു പുസ്തകം. കുറച്ച് പുസ്തകങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. 100 രൂപയാണ് അതിൻ്റെ വില. അതിൻ്റെ കോപ്പി എൻ്റെ ചാക്യാർകൂത്തിൻ്റെ മുഖ്യ സംഘാടകനായിട്ടുള്ള ശ്രീ സുരേഷ് ജി ഇവിടെയുണ്ട്. വലിയ കഥകളി ആസ്വാദകനാണ്, വലിയ സംഘാടകനാണ്. ഞങ്ങൾ പല കഥകളി ഇറങ്ങി വെച്ചിട്ടും കാണാറുണ്ട്. സുരേഷ് ജിയെ ഈ വേദിയിലേക്ക് ഈ ഒരു കോപ്പി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങൾക്കും ഒരിക്കൽ കൂടി സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു. തിരുവോണ മഹോത്സവത്തിൻ്റെ 1ാം ഉത്സവ ദിവസമായി ഇന്ന് വളരെ മികച്ച രീതിയിൽ ചാക്യാർകൂത്ത് അവതരിപ്പിച്ച ഡോക്ടർ ഇടനാട് രാജൻ നമ്പ്യാർക്ക് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നിസ്സീമമായ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ പ്രമോദ് തൃക്കാക്കര നൽകുന്ന ഒരു ഉപഹാരം അദ്ദേഹത്തിനെന്ന് വിളിക്കോ? സുരേഷ് ജി വിളിക്കും. ഒന്ന് വരും.